ജി എസ് ടി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. എന്താണ് ജി എസ് ടി? ജി എസ് ടി കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ജി എസ് ടി ഇന്ത്യയിൽ എങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരും? ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം ജി എസ് ടി വരാനുള്ള സാഹചര്യം എന്താണ് എന്ന് പറയാം. ഇന്ന് നമ്മുടെ രാജ്യത്ത് രണ്ട് തരം ടാക്സുകളാണുള്ളത്. ഒന്ന് സെൻട്രൽ ടാക്സസും രണ്ട് സ്റ്റേറ്റ് ടാക്സസും. അപ്പോൾ ഈ സ്റ്റേറ്റ് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ സ്റ്റേറ്റ് പലതരം ടാക്സുകൾ ഇമ്പോസ് ചെയ്യാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സെയിൽസ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ഈ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഒക്കെ ചുമത്തുന്ന എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ഒക്ട്രോയ് ആൻഡ് എൻട്രി ടാക്സ്, പർച്ചേസ് ടാക്സ്, ലക്ഷറി ടാക്സ്, അങ്ങനെ പിന്നെ ടാക്സസ് ഓൺ ലോട്ടറി ആൻഡ് ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്. ഈ ലോട്ടറി എടുക്കുന്നതിൽ ഇങ്ങനെ കേരള ഗവൺമെൻറ്റിൻ്റെ ലോട്ടറി ഇപ്പം കേരളത്തിലുള്ള അതുപോലത്തെ ലോട്ടറികൾ എടുക്കുന്നതിലെ ടാക്സ്. അപ്പോൾ അങ്ങനെ പലതരം ടാക്സുകൾ സ്റ്റേറ്റ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ചില പ്രൊഡക്റ്റിന് നമ്മൾ സെൻട്രലിലേക്കും ടാക്സ് അടയ്ക്കും. സെൻട്രൽ ടാക്സസിൻ്റെ കീഴിൽ വരുന്ന ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഗുഡാണെങ്കിൽ അത് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി. ഇപ്പോൾ ഒരു സർവീസ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ പോവുകയാണെങ്കിൽ ഹോട്ടലിൽ ഒരു സർവീസാണ് നമുക്ക് തരുന്നത്, ആ സർവീസിന് സർവീസ് ടാക്സ് ചുമത്തും. അത് നമ്മൾ അടയ്ക്കുന്നത് സെൻട്രലിലേക്കാണ്, ഒരു സെൻട്രൽ ടാക്സ് ആയിട്ടാണ് അടയ്ക്കുന്നത്. അതല്ലാതെ പലതരം ടാക്സുകൾ സെൻട്രൽ ടാക്സസ് ആയിട്ട് ഇന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോഴോ സർവീസ് ചെയ്യുമ്പോഴോ അത് സ്റ്റേറ്റ് ചുമത്തിയ ടാക്സ്, പിന്നെ സെൻട്രലിലേക്ക് കൊടുക്കുന്ന ടാക്സ്, പിന്നെ ചിലപ്പോൾ ഇതിന് പുറമെ ചില സെസ്സുകൾ, കല്യാൺ സെസ് എന്ന് പറഞ്ഞൊരു സെസ്, സർവശിക്ഷ അഭിയാൻ എഡ്യൂക്കേഷന് വേണ്ടി ചുമത്തുന്ന സെസ്, അല്ലെങ്കിൽ ഇപ്പം എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി ചിലപ്പോൾ ഒരു സെസ് ചുമത്തുന്ന ഒരു സെസ് വരാം. അങ്ങനെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അന്നേരം ഗവൺമെൻറ് കൊണ്ടുവരുന്ന ചില സെസ്സുകളും കൂടെ ഇത് ആഡ് ചെയ്തിട്ട് ആണ് ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ടാക്സുകളും അതിനനുസരിച്ചുള്ള പല സ്റ്റേറ്റുകളിൽ പല റേറ്റ്സും, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് നമ്മുടെ ഇതിൽ നിൽക്കുന്നത്. ഇപ്പോൾ ജി എസ് ടി കൊണ്ട് ഇതെല്ലാം ഒരു യൂണിഫോമായ ഒരു സ്ട്രക്ചറിൻ്റെ കീഴിലേക്ക്, എല്ലാ ടാക്സുകളെയും ഒരു കുട കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ജി എസ് ടിക്കുള്ളത്. അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് ടാക്സ് അടയ്ക്കുന്നതിന് എളുപ്പമുണ്ടാവും, അവർക്ക് കൺഫ്യൂഷൻ കുറയും, കൃത്യമായി ടാക്സ് അടയ്ക്കാൻ അവർക്കൊരു പ്രേരകമാകും. അതേപോലെ തന്നെ സാധാരണക്കാർക്കായാലും പലതരം ടാക്സുകൾ ഒഴിവാക്കി ഒരൊറ്റൊരു ഇതുള്ളത് കൺഫ്യൂഷൻ ഒഴിവാക്കാനൊക്കെ സഹായിക്കും. ഇത് മാത്രമല്ല ജി എസ് ടിയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ബ്ലാക്ക് മണി ടാക്സ് ഇവേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ ജി എസ് ടി വരുന്നത് കൊണ്ട് നമ്മുടെ ഇന്ന് ടാക്സ് ഇവേഷൻ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ എന്താണ് ജി എസ് ടി? അപ്പോൾ ജി എസ് ടിക്ക് അപ്പോൾ ടാക്സ് ഇവേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുള്ള ആർഗ്യുമെൻ്റ് എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇനി ജി എസ് ടിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. ഞാൻ ആ ഒരു സാഹചര്യം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ന് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ടാക്സ് റിഫോം ആയിട്ടൊക്കെയാണ് ചില ആൾക്കാർ ജി എസ് ടിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ജി എസ് ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് യൂണിഫോം ടാക്സ് റേറ്റ് ആണെന്നുള്ളതാണ്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് അതൊരു കൺസപ്ഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അതായത് ഇന്ന് നമ്മുടെ ടാക്സിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് സ്റ്റേറ്റിനാണ് ടാക്സ് കിട്ടുക. ഒരു പ്രൊഡക്റ്റ് ഒരു സ്ഥലത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഏത് സ്റ്റേറ്റിലാണോ ഉണ്ടാക്കിയത് അവർക്കാണ് ടാക്സ് കിട്ടുക. ഈവൻ ഇഫ് ആ പ്രൊഡക്റ്റിനെ, ആ ഒരു വസ്തുവിനെ നമ്മൾ വേറൊരു സ്റ്റേറ്റിലാണ് വിൽക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ടാക്സ് അൾട്ടിമേറ്റ്ലി അല്ലെങ്കിൽ അവസാനം വരുമ്പോൾ അത് ബെനിഫിറ്റ് കിട്ടുന്നത് ഏത് സ്റ്റേറ്റിലാണോ ഇത് മാനുഫാക്ചർ ചെയ്തത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചത് ആ സ്റ്റേറ്റുകാർക്കാണ്. അപ്പോൾ അത് മാറി ഇതിപ്പോൾ എവിടെയാണോ കൺസ്യൂം ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റുകാരാണോ കൺസ്യൂം ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരും. അത് ചില രീതിയിൽ പ്രശ്നമാവും, ചില രീതിയിൽ ഗുണമാവും. അത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു മാറ്റമാണ്, അതൊരു ഗുണപരമായൊരു മാറ്റമാണെന്നുള്ളതാണ്. അത് നമുക്കത് എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ, അതെങ്ങനെയാണ് എന്തുകൊണ്ട് എന്നൊക്കെ ഉള്ളത് പിന്നീട് പരിശോധിക്കാം. അപ്പോൾ യൂണിഫോം ടാക്സ്
സ്ട്രക്ചർ ഉണ്ടാവും, എല്ലാത്തിനെയും ഒരു ടാക്സിൻ്റെ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നു. 2 കൺസെപ്ഷൻ ബേസ്ഡ് ആവുന്നു. 3 കാസ്കേഡിങ് ഓഫ് ടാക്സസ് ഒഴിവാക്കും. അതായത് ഒരു ടാക്സിന്മേൽ ടാക്സ് അടയ്ക്കുന്ന ഒരു പരിപാടി. അതായത് നമ്മൾ ചിലപ്പോഴൊക്കെ ഒരു ടാക്സ് കൊടുക്കുമ്പോൾ, അതായത് ഇപ്പം നമ്മളൊരു 2 പേരുള്ള ഒരു കച്ചവടമാണെന്നിരിക്കട്ടെ, എ ഒരു കച്ചവടം നടത്തി, ഒരു സാധനം വിറ്റപ്പോൾ അതിന് വന്ന വസ്തുവിൻ്റെ വിലയ്ക്ക് ഒരു ടാക്സ് അടച്ചു ഗവൺമെൻറ്റിലേക്ക്. 10 രൂപയാണ്. ആ 10 രൂപയും കൂടെ ചേർത്താണ് എന്താണ് ഫൈനലായിട്ട് വരുന്ന ആ പ്രൈസ് എന്നെ ഉൾപ്പെട്ടിട്ടാണ് ആ 10 രൂപ വരുന്നത്. അതായത് 100 രൂപയുടെ ഒരു വസ്തുവാണെങ്കിൽ അതിൻ്റെ 10% ടാക്സ് 10 രൂപ അടച്ചു. ഇനി ബിയിലേക്ക് വരുമ്പോൾ ബി അത് വാങ്ങി, ബി 200 രൂപയ്ക്ക് വിൽക്കുന്നു. 200 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 10% 20 രൂപ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ 100 രൂപയ്ക്ക് ഓൾറെഡി ടാക്സ് അടച്ചതാണ്. അപ്പോൾ 10 രൂപ നമ്മൾ പോയി ടാക്സായിട്ട് അടച്ചു. ഇനി വീണ്ടും ഒരു 20 രൂപ അടയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ടാക്സിന്മേൽ വീണ്ടും ടാക്സ് അടയ്ക്കുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ സഹായിക്കും. കാസ്കേഡിങ് ഓഫ് ടാക്സസ് ഒഴിവാക്കാൻ ജി എസ് ടി സഹായിക്കും എന്നുള്ളതാണ് വേറൊരു ഫീച്ചർ. അപ്പോൾ ഈ കാസ്കേഡിങ് ഓഫ് ടാക്സസ് ഒഴിവാക്കുന്നതിലൂടെ പലതരം ബെനിഫിറ്റുകളുണ്ട്. എന്താണ് അത് അടുത്ത സ്ലൈഡിൽ ഞാൻ കുറച്ചുകൂടെ വിവരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ അപ്പം ഞാൻ 3 ഫീച്ചേഴ്സ് ഇപ്പം ലിസ്റ്റ് ചെയ്തു. ഒന്നും കൂടെ ഒന്ന് പറയാം. യൂണിഫോം ടാക്സ് റേറ്റ്, കാസ്കേഡിങ് ഓഫ് ടാക്സസ് ഒഴിവാക്കും, യൂണിഫോം ടാക്സ് റേറ്റ് ആൻഡ് കൺസെപ്ഷൻ ബേസ്ഡ് ടാക്സസ്. ഓക്കെ, ഇനി ഞാൻ കാസ്കേഡിങ് ഓഫ് ടാക്സസ് എന്ന് പറഞ്ഞ ഒരു ഇതിനെ എന്ന് പറയുമ്പോൾ, GST ഒഴിവാക്കും എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നുക, എന്താണ് വാറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ? വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്ന ഇതിന് മുന്നേ കൊണ്ടുവന്ന ഒരു ടാക്സ് റിഫോം ഈ കാസ്കേഡിങ് ഓഫ് ടാക്സസ് ഒഴിവാക്കാൻ തന്നെയല്ലേ കൊണ്ടുവന്നത്? അത് ശരിയാണ്. വാറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതിന് തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ വാറ്റും GST തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളൊരു സംശയം വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വാറ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വാറ്റിൻ്റെ ഫുൾ ഫോം വാല്യൂ ആഡഡ് ടാക്സ് എന്നാണ്. ടാക്സ് ഓൺ വാല്യൂ അഡീഷൻ അറ്റ് ഈച്ച് സ്റ്റേജ്. അപ്പോൾ എന്താണ് ഈ വാല്യൂ അഡീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻപുട്ട് 10 രൂപ. ഇപ്പോൾ ഒരാൾ ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത ഒരു ഇതിൽ എങ്ങനെ വാറ്റ് വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന അതേ ഉദാഹരണം തന്നെ ഞാൻ എടുക്കുകയാണ്. കേക്ക്, ഇപ്പോൾ ഒരു ഫൈനലായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കേക്കാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അയാൾക്ക് ഫ്ലോർ വേണം, ഫ്ലോർ ഉണ്ടാക്കാൻ വീറ്റ് വേണം. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഫാർമറിനെ സംബന്ധിച്ച് ഒരു മില്ലറിനെ സംബന്ധിച്ച് വീറ്റ് വാങ്ങിക്കുന്നു, അതിൽ നിന്ന് ഫ്ലോർ ഉണ്ടാക്കുന്നു. അപ്പോൾ അതൊരു ഒരു സർവീസാണല്ലോ, അതൊരു ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സാണല്ലോ. അപ്പോൾ അതായത് വീറ്റ് എത്ര രൂപയ്ക്കാണോ മില്ലർ വാങ്ങിച്ചത് അതിൽ നിന്ന് കുറച്ച് വാല്യൂ ആഡ് ചെയ്തു, എന്നിട്ട് ആ വാല്യൂ എഡിഷനും കൂടെ ചേർത്തിട്ടാണ് ഒരു കൂടിയ വിലയ്ക്ക് മില്ലർ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു ആ സർവീസ് ആഡ് ചെയ്യുന്നു, ഒരു വാല്യൂ എഡിഷൻ നടത്തി, ആ വാല്യൂ എഡിഷനും കൂടെ ചേർത്തിട്ടുള്ള ഒരു വിലയ്ക്കാണ് മില്ലർ ഈ ഫ്ലോർ വിൽക്കുക. അപ്പോൾ നമ്മൾ വാല്യൂ എഡിഷനാണ് ടാക്സ് ചുമത്തുക എന്ന് പറയുമ്പോൾ, നമ്മൾ ഫൈനലായിട്ടുള്ള പ്രൊഡക്റ്റ് വിൽക്കുന്ന ആ ഒരു വിലയ്ക്കല്ല, നമ്മൾ ഒരു ഇൻ്റർമീഡിയറി ഉണ്ടെങ്കിൽ ആ ഇൻ്റർമീഡിയറി വരുത്തിയ വാല്യൂ എഡിഷന് മാത്രമേ നമ്മൾ ടാക്സ് ചുമത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് വാറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് വാറ്റ് കൊണ്ടുവന്നത് ചോദിച്ചാൽ 2 കാര്യങ്ങളാണ്. കാസ്കേഡിങ് ഓഫ് ടാക്സ്, ഞാൻ പറഞ്ഞു എന്താണ് കാസ്കേഡിങ് ഓഫ് ടാക്സ് എന്ന്, ടാക്സിന്മേൽ ടാക്സ് ഒഴിവാക്കാനായിട്ട്. 2 ആൻസിലറൈസേഷൻ ഒഴിവാക്കാനായിട്ട്. എന്താണ് ആൻസിലറൈസേഷൻ എന്ന് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു മാനുഫാക്ചർ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ പലരിൽ നിന്ന് സാധനം വാങ്ങി അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുക. പ്രവണതയല്ല, നമ്മൾ സാധാരണ അങ്ങനെയാണ് കാണാറ്. അപ്പോൾ എല്ലാം ഒരു മാനുഫാക്ചർ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കാർ ഉണ്ടാക്കുന്ന ഒരാൾ ടയർ വേണം, റബ്ബർ വെച്ച് ടയർ ഉണ്ടാക്കുന്ന സ്പെഷ്യലി MRFൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ, ഗുഡിയറോ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ടയർ
വാങ്ങിക്കുന്നു, പിന്നെ പാർട്സ്, മെറ്റൽ പാർട്സ് വേറൊരാളുടെ നിന്ന് വാങ്ങിക്കുന്നു, പെയിൻറ്റ് ഒരാളുടെ നിന്ന് വാങ്ങിക്കുന്നു, ഗ്ലാസ് ഒരാളുടെ നിന്ന് വാങ്ങിക്കുന്നു, അതെല്ലാം അസംബിൾ ചെയ്ത് എൻജിനൊക്കെ വെച്ച് ഒരു കാറായിട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെ പലരുടെ നിന്ന് വാങ്ങിച്ച ഇൻപുട്ട് വെച്ചിട്ടാണ് ഒരു കാർ ഉണ്ടാകുന്നത്. ഇതാണ് സാധാരണ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നടക്കുക. പക്ഷേ അതിന് പകരം എന്താണ്, പലരിൽ നിന്ന് സാധനം വാങ്ങിച്ചാൽ, ഇപ്പോൾ ഇൻ കേസ് ഈ ടാക്സിന്മേൽ ടാക്സ് ഉള്ള ഒരു അവസ്ഥ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഈ കാർ ഉണ്ടാക്കുന്ന ഒരാൾ ചിന്തിക്കുമ്പോൾ, ഓക്കെ, ഒരിക്കൽ ഒരു സാധനം വാങ്ങിയത് വേറെ സ്റ്റെപ്പുകളിൽ നിന്ന് വന്നാണ്, അപ്പോൾ അവൻ പലതരത്തിൽ ടാക്സ് കൊടുത്ത് വരുന്ന ഒരു സാധനത്തിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വീണ്ടും ടാക്സ് കൊടുക്കണം. അങ്ങനെ എല്ലാ ആൾക്കാരുടെ നിന്ന് വാങ്ങിക്കുമ്പോഴും ഞാനൊരു അവരൊക്കെ ഓൾറെഡി ടാക്സ് അടച്ചാണ്, അതിൻ്റെ മുകളിൽ വീണ്ടും ടാക്സ് വരുന്നു. അങ്ങനെ പലതരം വലിയ ടാക്സുകളൊക്കെ വന്നിട്ട് ഒരുപാട് ടാക്സ് കൂടുന്നൊരവസ്ഥ വരും ഈ മാനുഫാക്ചററിന്. അപ്പോൾ മാനുഫാക്ചറർ വിചാരിക്കും, എന്തിനാണ് ഇത്രയധികം ടാക്സ് കൊടുക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, ഈ ചെറിയ നമുക്ക് പല സാധനങ്ങൾ തരുന്ന ആൾക്കാരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം നമുക്ക് തന്നെ ഉണ്ടാക്കാം. എന്താണ്, റബ്ബർ ടയർ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങാം, ആ മാനുഫാക്ചറിൻ്റെ സ്വന്തം യൂണിറ്റ്. പെയിൻറ്റ്, മെറ്റൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന വലിയ മാനുഫാക്ചറിങ് കമ്പനികൾക്ക് ചിലപ്പോൾ ഇത് കഴിഞ്ഞു വന്നിരിക്കും. ഇപ്പം അവർക്ക് ഒരുപാട് ലാഭം ഉണ്ടായിരുന്നിരിക്കും. ഇങ്ങനെ ഒരു ഈ ടാക്സ് മേൽ ടാക്സ് വന്ന് കാസ്കേഡ് ചെയ്ത് വരുന്ന ഒരു ടാക്സ് നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ അതൊരു എക്കണോമിക് എക്കണോമിക് കുന്നുകൂടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ മോണോപ്പൊളൈസേഷൻ, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിൻ്റെ വലിയൊരു കമ്പനികളുടെയിലേക്ക് എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു അവസ്ഥ വരും. അത് ആണ് ആൻസിലറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അത് ഡിസ്കറേജ് ചെയ്യേണ്ടത് നമ്മുടെ ചെറുകിട വ്യാപാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പലതരം ആൾക്കാർ, പല സാധനങ്ങളുണ്ടാക്കുന്ന പല ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവാനും ഒക്കെ, ജോബ് ക്രിയേറ്റ് ചെയ്യാനും, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, മണി ഉണ്ടാകുന്നതിലുമൊക്കെ ഒരു വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് ഡിസ്കറേജ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇത് രണ്ടിനും വേണ്ടിയാണ് വാറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ വാറ്റ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് വളരെ ഒരു ലളിതമായ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഫസ്റ്റ് കോളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റേജസ് ആണ്. ഓരോ സ്റ്റേജിലൂടെ കടന്നു പോകുന്നതാണ് സ്റ്റേജസ്. പ്രൊഡ്യൂസർ, രണ്ടാമത്തെ കോളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഡ്യൂസർ, ആരാണ് ആ സ്റ്റേജിൽ ഒരു സാധനം വാങ്ങിച്ച് വിൽക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ കോളത്തിൽ പ്രൊഡക്റ്റ്, അയാൾ എന്താണ് വിൽക്കുന്നത് എന്നുള്ളതാണ്. നാലാമത്തെ കോളത്തിൽ അയാൾക്ക് എത്ര രൂപ ഈ സാധനം ഉണ്ടാക്കാൻ ഇൻപുട്ട് കോസ്റ്റ്, അതായത് ഇപ്പം വീറ്റാണെങ്കിൽ ഫാർമറിൻ്റെ കേസിൽ വിത്ത് വാങ്ങിക്കണം, വെള്ളം ഒഴിക്കണം, അത് നനയ്ക്കണം, അപ്പോൾ അതിനൊരു ചിലവ് വരുന്നുണ്ടല്ലോ, അതാണ് ഇൻപുട്ട് കോസ്റ്റ്. ഔട്ട്പുട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇപ്പം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പലതരം ടാക്സുകളുണ്ടെന്ന്. പക്ഷേ ഇവിടെ ഈ വാറ്റിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് 2 ടാക്സ് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സെൻട്രൽ എക്സൈസ് ടാക്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ടാക്സ് എന്ന് പറയുന്ന ടാക്സ്. അപ്പോൾ ടാക്സിൻ്റെ കാസ്കേഡിങ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. പലതരം ടാക്സുകൾ വരുന്നുണ്ട്, അതിപ്പോൾ തൽക്കാലം ഒന്ന് മറന്നു കളയും. പിന്നീട് വാറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാറ്റ് ഇല്ലാത്തൊരു കേസിലുള്ള ഒന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഫാർമർ ഇൻപുട്ട് 10 രൂപ ഇൻപുട്ട് ആവുന്നു. ഫാർമർ ചെയ്ത സർവീസും ലാഭവും പ്രോഫിറ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് 30 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഒരു ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ ഈ ടാക്സ് സ്ട്രക്ചർ, വാറ്റ് ആണെങ്കിലും ഈ സെൻട്രൽ എക്സൈസ് ആണെങ്കിലും സ്റ്റേറ്റ് ടാക്സ് എന്താണ് ചുമത്തുന്നതെങ്കിലും അത് 10% ചുമത്തുന്നത് എന്നിരിക്കട്ടെ. അപ്പോൾ വാറ്റ് അല്ലെങ്കിൽ നമ്മൾ ഔട്ട്പുട്ടിലാണ് ഈ 10% ചുമത്തുക. എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് ആ പൈസയ്ക്കാണ്, ആ രൂപയ്ക്കാണ് നമ്മൾ വാറ്റ് ചുമത്തുക. അപ്പം ഈ ഒരു കേസിൽ ഫാർമറിന് 30 രൂപയായി. അപ്പം 10% 3 രൂപ ടാക്സ് അടയ്ക്കേണ്ടി വരും. അടുത്ത സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിൽ മില്ലർ ഈ 30 രൂപയുടെ വീറ്റ് ഫാർമറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. അപ്പോൾ മില്ലറിന് ഇൻപുട്ട് 30 രൂപയായി. ഈ 30 രൂപയിൽ വാല്യൂ എഡിഷൻ നടത്തുന്നുണ്ട്. വാല്യൂ എഡിഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വീറ്റ് കുത്തി ഫ്ലോർ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സ് നടത്തിയതിന് ശേഷം പ്രോഫിറ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് 50 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ ഇനി
ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ തൊട്ട് തുടങ്ങുകയാണ് കാസ്കേഡിങ് ഓഫ് ടാക്സ്. ഇപ്പോൾ ഇവിടെ ഞാൻ 10% ഓഫ് 50 രൂപ എന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 5 രൂപ വരും. 5 രൂപ ടാക്സ് ആയിട്ട് അടയ്ക്കണം. ഈ 5 രൂപയിൽ ഒരു ടാക്സ് ഓൺ ടാക്സ് വന്നു കഴിഞ്ഞു. എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ ഈ 30 രൂപ യിലാണല്ലോ 3 രൂപ ടാക്സ് കൊടുത്തത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് ഈ 30 രൂപയിലെ 30 രൂപയിൽ ഒരു 3 രൂപയ്ക്ക് ടാക്സ് കൊടുത്തു കഴിഞ്ഞു. അതായത് മില്ലർ വാങ്ങിച്ച വീറ്റിന് ഓൾറെഡി ടാക്സ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി പക്ഷേ ഈ 50 രൂപയ്ക്ക് ടാക്സ് വീണ്ടും ചുമത്തുമ്പോൾ എന്താണ്, ഈ 30 രൂപയ്ക്കും കൂടെ ഉള്ള ടാക്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ 50നെ സ്പ്ലിറ്റ് ചെയ്ത് 30ഉം 20ഉം ആണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ 30 രൂപയുടെ 10% 3 രൂപയും ബാക്കി 20 രൂപയുടെ 2% 2 രൂപയും കൂടെ ചേർന്നാണ് ഈ 5 രൂപ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഓൾറെഡി കൊടുത്ത ആ 3 രൂപ വീണ്ടും മില്ലർ കൊടുക്കുകയാണ് ഈ 5 രൂപ കൊടുക്കുന്നത് വഴി. അപ്പോൾ ഓൾറെഡി കൊടുത്തൊരു ടാക്സ് വീണ്ടും കൊടുക്കുന്നു. അപ്പോൾ അത് ഓരോ സ്റ്റേജിലും അത് കാണാൻ കഴിയും. അപ്പോൾ 50 ഇനി മൂന്നാമത്തെ സ്റ്റേജ് വരുന്നു. മൂന്നാമത്തെ സ്റ്റേജിൽ 50 രൂപയുടെ സാധനം മില്ലറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു, 90 രൂപയ്ക്ക് വിൽക്കുന്നു, 90 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ ഇനി 9 രൂപ ടാക്സ്. അപ്പോൾ ഇവിടെ 50 രൂപയുടെ 5 രൂപ ഓൾറെഡി കൊടുത്തു. പക്ഷേ 90 റുപ്പീസിൻ്റെ 10% ആണ് ടാക്സ് ചാർജ് ചെയ്യുന്നത് കൊണ്ട് 9 രൂപ ടാക്സ് അടയ്ക്കണം. ഈ 9 രൂപ എന്ന് പറയുന്നത് 50ൻ്റെ 5ഉം ബാക്കി വന്ന 40ൻ്റെ 4ഉം കൂടെ ചേർത്ത ടാക്സാണ് 9 രൂപ. അപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇങ്ങനെ ടാക്സ് ഇങ്ങനെ കൂടിക്കൂടി വാല്യൂ ആഡഡ് ടാക്സ് ആയിട്ട് ഇങ്ങനെ കൂടി വരുന്നു. എന്താണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരെല്ലാവരും ഈ ടാക്സ് കൊടുക്കണം എന്നറിയാവുന്നത് കൊണ്ട് അവരുടെ പ്രോഫിറ്റ് ഈ ടാക്സും കൂടെ കൊടുത്താലും അവർക്ക് ലാഭം വരുന്ന രീതിയിലേ അവരൊരു പ്രൈസ് സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ അപ്പോൾ പല സ്റ്റേജുകളിലൂടെ വന്ന് ടാക്സ് ഇങ്ങനെ കൊടുത്ത് കൂടി വരുന്നത് കൺസ്യൂമറുടെ കയ്യിലെത്തുമ്പോൾ ഒരു വലിയൊരു ടാക്സ് ആയിട്ട് മാറും. അപ്പോൾ ഇതൊരു അൺനെസസറി ആയിട്ട് നമ്മൾ കൊടുത്ത ടാക്സിൻ്റെ മുകളിൽ വീണ്ടും ടാക്സ് കൊടുക്കുകയാണ് എന്ന് ഓർക്കണം. അപ്പോൾ ഇതാണ് വാറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ. ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം? അതിനാണ് വാറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. വാല്യൂ ആഡഡ് ടാക്സിൽ മാത്രം ടാക്സ് കൊടുക്കുക. എങ്ങനെ? 10 രൂപയുടെ സാധനം 30 രൂപയായി മാറ്റി ഇൻപുട്ട് 10 രൂപയായിരുന്നു, 30 രൂപയുടെ. അപ്പോൾ വാല്യൂ അഡീഷൻ 20 രൂപ. വാല്യൂ അഡീഷനാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. നേരത്തെ കേസിൽ ഔട്ട്പുട്ട് എന്നാണ് ടാക്സ് ചാർജ് ചെയ്യുന്നതെന്ന് ഓർക്കണം. വാല്യൂ അഡീഷന് 10% ചാർജ് ചെയ്ത് 20 രൂപയുടെ വാല്യൂ അഡീഷൻ ഉണ്ടായി. അത് വാറ്റായിട്ട് മാറുമ്പോൾ 2 രൂപയായിട്ട് മാറും. ഇത് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ 30 രൂപയുടെ 50 രൂപയായിട്ട് മാറി. വാല്യൂ അഡീഷൻ 20 രൂപയ്ക്കാണ്. അപ്പം ആ 20 രൂപയുടെ 10% 2 രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, നേരത്തെ 30 രൂപയുടെയും കൂടെ കൊടുത്തിരുന്നു. ഇവിടെ വന്ന വാല്യൂ അഡീഷന് മാത്രമേ വാറ്റിൽ ടാക്സ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ്, അങ്ങനെ ഓരോ സ്റ്റേജിൽ ഈ സ്റ്റേജ് എടുത്ത് നോക്കിയാൽ 4 രൂപ വരും. ഈ ഒരു സ്റ്റേജിൽ 1 രൂപ മാത്രമേ വാറ്റ് വരുള്ളൂ. അപ്പം കഴിഞ്ഞ സ്റ്റേജിൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഇതുമായിട്ട് ഗവൺമെൻറ്റിന് കിട്ടേണ്ട ടാക്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 + 9 19, 19 + 5 24, 24 + 3 27, 27 രൂപയാണ് ടാക്സ് ആയിട്ട് ഫൈനലായിട്ട് ഷോപ്പ് കീപ്പർ ഒരു കേക്ക് കൺസ്യൂമറിന് വിൽക്കുമ്പോൾ ഗവൺമെൻറ്റിന് കിട്ടേണ്ട ടാക്സ്. അതേസമയം വാറ്റ് റെജീമിനാണെങ്കിൽ 4 + 1 5, 5 + 2 7, 7 + 2 9, 9 രൂപ മാത്രമേ വാറ്റ് ടാക്സ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഗവൺമെൻറ്റിന് വാറ്റ് കൊണ്ടുവരുന്നത് വഴി 27 രൂപ കിട്ടേണ്ട സ്ഥലത്ത് 9 രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ. അത് വളരെ കുറഞ്ഞൊരു റേറ്റ് അല്ലേ? അപ്പോൾ ഗവൺമെൻറ് എന്ത് റവന്യൂ ലോസാണ് ഉണ്ടാക്കുന്നത്? 27 രൂപ കിട്ടേണ്ടിടത്ത് ഏകദേശം 1/3 ടാക്സ് മാത്രം വാങ്ങിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അവിടെയാണ് ശരിക്കും നമ്മൾ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാവേണ്ടത്. ഈ 27 രൂപ കിട്ടുന്നത് എപ്പോഴാണ്? ഈ ഫാർമർ 10 രൂപ ഇൻപുട്ട് കാണിക്കുകയും ഔട്ട്പുട്ട് 30 രൂപ. ഇൻപുട്ടിൽ ഇമ്പോർട്ടൻസ് ഇല്ല, ശരി. വാറ്റിന് മുന്നേ ഉള്ള കേസിൽ 30 രൂപയ്ക്ക് വിൽക്കുന്നു. 30 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വിറ്റു എന്ന് കാണിക്കുന്നു, 3 രൂപ ഗവൺമെൻറ് കിട്ടി. മില്ലർ 50 രൂപയ്ക്ക് വിറ്റു എന്ന് കാണിക്കുന്നു, 5 രൂപ കിട്ടി. അങ്ങനെ എത്ര രൂപയ്ക്ക് കൃത്യമായി വിറ്റു എന്ന് കാണിച്ച് ആണ് ടാക്സ് ഗവൺമെൻറ്റിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ആൾക്കാരൊന്നും കൃത്യമായി എത്ര രൂപയുടെ കച്ചവടം നടന്നു എന്നോ ഔട്ട്പുട്ട് എത്രയാണെന്നോ കാണിക്കുകയില്ല.
അങ്ങനെ കാണിച്ച് കൃത്യമായ ടാക്സ് അടയ്ക്കാറുമില്ല. അപ്പോൾ ഇതിനെയാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഭയങ്കരമായ ഒരു ടാക്സ് ഇവേഷൻ എല്ലാ സ്റ്റേജുകളിലും, മാനുഫാക്ചറിങ്ങിൻ്റെ എല്ലാ സ്റ്റേജുകളിലും നടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഈ 9 രൂപ പോലും ഈ ഒരു അവസ്ഥയിൽ ഗവൺമെൻറ്റിന് കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ വാല്യൂ ആഡഡ് ടാക്സിൻ്റെ കേസിലാണെങ്കിൽ മിനിമം ഒരു 9 രൂപ ഗവൺമെൻറ്റിന് ഉറപ്പായിട്ടും കിട്ടുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ ടാക്സ് ഇവേഷൻ കാരണം ഒരുപാട് രൂപ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു പോയിൻ്റ്. വാറ്റ് ആണെങ്കിൽ മിനിമം 9 രൂപ കിട്ടും എന്നുള്ളതാണ്. പിന്നെ വേറൊരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സ് ഇവേഡഡ് മണി എന്ന് പറയുന്നതാണ് ബ്ലാക്ക് മണി എന്ന് പറയുന്നത്. ഇതെങ്ങോട്ടാണ് ശരിക്കും പോകുന്നത്? ഇത് വളരെ ആൻറ്റി സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസിനെ വീണ്ടും പ്രൊമോട്ട് ചെയ്യും. ഒരു പാരലായിട്ടുള്ളൊരു എക്കണോമീനെ ബിൽഡ് ചെയ്യാൻ ഇത് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇത് എവിടെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ വാറ്റ് കൊണ്ടുവരുന്നത് വഴി എങ്ങനെയാണ് ഈ 9 രൂപ കൃത്യമായിട്ട് കിട്ടും എന്ന് പറയാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് വാല്യൂ ആഡഡ് ടാക്സ് അടയ്ക്കണമെങ്കിൽ ഇപ്പം ഷോപ്പ് കീപ്പർ, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു പലരും എത്ര രൂപ കിട്ടിയെന്നോ എത്ര രൂപ വാങ്ങിച്ചെന്നോ കാണിക്കത്തില്ല. അപ്പം ഇപ്പം ഷോപ്പ് കീപ്പറിൻ്റെ കേസിൽ നിന്ന് ആലോചിക്കാം. ഒരു മൊബൈൽ വിൽക്കുന്ന ഒരു ഷോപ്പ് കീപ്പറാണ് എന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ കേക്ക് വിൽക്കുന്നത് തന്നെ വേറൊരു എക്സാമ്പിൾ എടുക്കണ്ട, നമുക്ക് ഈ എക്സാമ്പിളിൽ തന്നെ നിൽക്കാം. കേക്ക് വിൽക്കുന്ന ഒരു ഷോപ്പ് കീപ്പറാണെന്നിരിക്കട്ടെ. അയാളെ സംബന്ധിച്ച് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ബേക്കറിൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ എത്ര രൂപയ്ക്ക് കിട്ടി എന്നുള്ളതോ അല്ലെങ്കിൽ രേഖപ്പെടുത്തില്ല. എത്ര രൂപയ്ക്കാണ് സാധനം വിറ്റതെന്ന് രേഖപ്പെടുത്തില്ല. ചിലപ്പോൾ ബില്ലില്ലാതെ വിൽക്കും. അങ്ങനെ പല രീതിയിൽ ഔട്ട്പുട്ട് കോസ്റ്റ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കത്തില്ല. അങ്ങനെ പല രീതിയിലുള്ള വെട്ടിച്ചിട്ടാണ് ടാക്സ് ഇവേഡ് ചെയ്യുക. അപ്പോൾ ഇപ്പം മൊത്തം കച്ചവടം കൃത്യമായി കാണിക്കാത്തത് വഴി ഔട്ട്പുട്ട് കോസ്റ്റ് കുറയും. ഔട്ട്പുട്ട്, അതായത് എത്ര രൂപയുടെ കച്ചവടം നടന്നു എന്നുള്ളത് കുറയും. മൊത്തം കച്ചവടം കാണിക്കാതിരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇൻപുട്ട് എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഇത്രയും രൂപയുടെ ഇൻപുട്ട് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ കൂടുതലെങ്കിലും ഔട്ട്പുട്ട് വരണം, ഇല്ലെങ്കിൽ ആ കച്ചവടം നഷ്ടത്തിലാണല്ലോ. അപ്പോൾ ഇൻപുട്ടും കാണിക്കുന്നത് കുറയ്ക്കും, ഔട്ട്പുട്ടും കാണിക്കുന്നത് കുറയ്ക്കും, എത്ര രൂപ ഔട്ട്പുട്ട് ഉണ്ടെന്നുള്ളതും കുറയ്ക്കും. അങ്ങനെ ഫൈനലായിട്ടുള്ള ടാക്സ് റേറ്റും കുറയും. അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള തിരിമറികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ വാല്യൂ ആഡഡ് ടാക്സിലാണെങ്കിൽ കൃത്യമായി എത്ര രൂപയുടെ വാല്യൂ അഡിഷൻ നടന്നു എന്ന് രേഖപ്പെടുത്തിയാൽ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറയുള്ളൂ, ഞാൻ 100 രൂപയുടെ സാധനം വിറ്റു എനിക്ക് ടാക്സ് അടയ്ക്കേണ്ടത് വെറും ഇവിടെ വന്ന വാല്യൂ അഡിഷൻ 10 രൂപയുടെ വാല്യൂ അഡിഷൻ മാത്രമേ ഞാൻ നടത്തിയുള്ളൂ, അപ്പോൾ എനിക്ക് 1 രൂപ മാത്രം ടാക്സ് അടച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥ വരും. അപ്പോൾ ഷോപ്പ് കീപ്പറിനെ സംബന്ധിച്ച് ഈ ബേക്കർ ഒരു സാധനം കൊണ്ടുവന്ന് തരുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ബില്ല് വാങ്ങി വയ്ക്കുന്നതാണ് ടാക്സ് ഇവേഡ് ചെയ്ത് ടാക്സ് കുറയ്ക്കുന്നതിനേക്കാളിലും ചിലപ്പോൾ ലാഭമായിട്ട് വരിക. അങ്ങനെ ചിലപ്പോഴല്ല, അങ്ങനെയാണ് ലാഭമായിട്ട് വരിക. അതായത് വാല്യൂ അഡിഷൻ അപ്പോൾ അത്രയും മാത്രമല്ലേ നടത്തിയുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ടാക്സ് അടയ്ക്കുമ്പോൾ ഈ വാല്യൂ അഡിഷൻ എനിക്ക് ഇത്ര വാല്യൂ അഡിഷൻ മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് പറയുമ്പോൾ അയാൾക്ക് അത് മാത്രം അടച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നൊരു സ്വഭാവം എല്ലാ സ്റ്റേജസിലും ആൾക്കാർക്കുണ്ടാകും. വാല്യൂ അഡിഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എത്ര രൂപയുടെ വാല്യൂ അഡിഷനാണ് ഉണ്ടായത് എന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി റെക്കോർഡ് കീപ്പ് ചെയ്യുന്നൊരു സ്വഭാവം എല്ലാവർക്കും ഉണ്ടാവും. ബേക്കർ ആണെങ്കിൽ മില്ലറിൻ്റെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് 50 രൂപയ്ക്കാണ് സാധനം വാങ്ങിച്ചതെന്നും ഞാൻ 40 രൂപ മാത്രം വാല്യൂ അഡിഷൻ നടത്തി, അതുകൊണ്ട് 90 രൂപയാണ് 90 രൂപയ്ക്ക് വിറ്റപ്പോൾ എനിക്ക് 40 രൂപയുടെ വാല്യൂ അഡിഷൻ മാത്രമേ വന്നുള്ളൂ, അതുകൊണ്ട് 4 രൂപയെ എനിക്ക് ടാക്സ് അടയ്ക്കാനുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ 9 രൂപയുണ്ടായിരുന്നു. അപ്പോൾ ഈ ബേക്കർ 5 രൂപയുടെ ടാക്സ് ഇവേഷൻ നടത്തിയാൽ പോലും, പല തിരിമറികളൊക്കെ നടത്തി 5 രൂപയുടെ ടാക്സ് ഇവേഷൻ നടത്തിയാൽ പോലും വാറ്റിൻ്റെ അതേ റേറ്റ് മാത്രമേ ആവുന്നുള്ളൂ. ഇനി അതിലും കൂടുതൽ തിരിമറികൾ നടത്തി കഴിഞ്ഞാൽ മാത്രമേ കുറഞ്ഞൊരു ടാക്സ് റേറ്റിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ പൊതുവേ ടാക്സ് ബില്ലുകൾ കീപ്പ് ചെയ്യാനുള്ള ഒരു സ്വഭാവം വരും, കൂടുതൽ ടാക്സ് കോംപ്ലയൻസ് വരും, ആൾക്കാർ കറക്റ്റായിട്ട് ടാക്സ് അടയ്ക്കുന്ന ഇത് വരും, എല്ലാ സ്റ്റേജസിലും എത്ര രൂപയുടെ കച്ചവടം നടന്നു എന്നുള്ളതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും.
അപ്പോൾ ഇതാണ് വാറ്റിൽ നടക്കുന്നത്. അപ്പോൾ വാറ്റിൽ ഉള്ള ഒരു കാര്യം, ഈ ടാക്സ് എൻ്റെ മുകളിലുള്ള ടാക്സ് ഇല്ലാണ്ടായി, അത് ഞാൻ കാണിച്ചു. അത് മാത്രമല്ല റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്നൊരു കാര്യം തുടങ്ങി. അപ്പം ടാക്സ് ഇവേഷൻ കുറഞ്ഞു. ഇനി ഉള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആൻസിലറൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്നുള്ളത്, ഡിസ്കറേജ് ചെയ്യും എന്നുള്ളത്, ഇല്ല എന്നല്ല ഡിസ്കറേജ് ചെയ്യും എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു, ആൻസിലറൈസേഷൻ ഷോപ്പ് കീപ്പർ ഫാർമറിനെയും മില്ലറിനെയും ബേക്കറിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോഴാണ്, ഒരു കാര്യം ഉണ്ടാക്കുമ്പോഴാണ് ആൻസിലറൈസേഷൻ എന്ന് പറയുന്നത്. ആൻസിലറൈസേഷൻ കൊണ്ട് എന്താണ് ഗുണം? അപ്പം ഈ ഒരു കേസിൽ 3, 5, 9 ടാക്സ് എല്ലാം കൊടുത്ത് വരുന്ന ഇൻപുട്ടാണ് ഇത്. 20 ഇവിടത്തെ 17 രൂപ ഇവിടെ ആയപ്പോഴേക്കും ഷോപ്പ് കീപ്പറിൻ്റെ മുന്നിൽ ടാക്സ് ഗവൺമെൻറ്റിന് പോയി കഴിഞ്ഞു. അപ്പോൾ ഈ 17 രൂപ ടാക്സ് അടയ്ക്കുന്നത് ഷോപ്പ് കീപ്പറിന് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഈ ഒറ്റ സ്റ്റേജായിട്ട് മാറ്റുമ്പോൾ ഈ 90 രൂപയിൽ നിന്ന് 17 രൂപ ഇൻപുട്ട് കോസ്റ്റ് കുറയും. ഈ ഇൻപുട്ട് കോസ്റ്റ് കുറയുമ്പോൾ 100 രൂപ ഇൻപുട്ട് കോസ്റ്റ് വീണ്ടും 17 രൂപയായിട്ട് കുറയും. അപ്പോൾ അതിനനുസരിച്ചുള്ള ടാക്സ് മാത്രം ഈ വാറ്റ് വരുന്നതിന് മുന്നേ അടച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യും? ഈ ഫാർമറിനെയും മില്ലറിനെയും ബേക്കറിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഒറ്റയടിക്ക് വീറ്റ് ഉണ്ടാക്കുന്ന പരിപാടി, ഫ്ലോർ ഉണ്ടാക്കുന്ന പരിപാടി, കേക്ക് ഉണ്ടാക്കുന്ന പരിപാടി എല്ലാം ഷോപ്പ് കീപ്പർ ഏറ്റെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ട് കോസ്റ്റ് കുറയ്ക്കുകയും, നേരത്തെ വാറ്റ് ഇല്ലാതിരുന്നൊരു കേസിൽ ഈ ടാക്സ് ഓൺ ടാക്സ് പ്രിവെൻറ്റ് ചെയ്യുന്നത് വഴി ഔട്ട്പുട്ട് കോസ്റ്റ് കുറയും. ഈ 10 രൂപ അടയ്ക്കുന്നതിൽ നിന്ന് വീണ്ടും ഈ 17 രൂപ ടാക്സ് വന്നതിനെ ഒഴിവാക്കി ഒരു ചെറിയൊരു എമൗണ്ട് മാത്രം ടാക്സ് അടയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അത് വാറ്റിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഷോപ്പ് കീപ്പറിന് ചെയ്യാൻ ഉള്ളൊരു പ്രൊവിഷൻ ഉണ്ടാവില്ല. എന്താണ് കാര്യം? ഒന്ന്, കാസ്കേഡിങ് ഓഫ് ടാക്സ് ഒഴിവാക്കിയപ്പോൾ ഒരുപാട് ടാക്സ് ഇല്ലാണ്ടായി, 17 രൂപയുടെ ടാക്സ് ഇല്ലാണ്ടായി. അതേസമയം ഇപ്പം ഷോപ്പ് കീപ്പർ 10 രൂപയുടെ സാധനമാണ് ഒരു ഇതായിട്ട് മാറ്റുന്നത് എന്നിരിക്കട്ടെ, ഒരു ഔട്ട്പുട്ടായിട്ട് മാറ്റുന്നതെന്നിരിക്കട്ടെ. ഇവിടെയാണെങ്കിൽ 100 രൂപയുടെ ഒരു സാധനമായിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെ പല സ്റ്റേജസിലൂടെ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ഈ 3 സ്റ്റേജിന് വരെ ഒരു 10 സ്റ്റേജായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഈ ടാക്സ് ഇങ്ങനെ കൂടി അങ്ങ് പോയേനെ. അടച്ച ടാക്സിൻ്റെ മുകളിൽ വീണ്ടും ടാക്സ് അടച്ച് അങ്ങനെ പോയേനെ. പക്ഷേ എത്രയോ സ്റ്റേജ് ഉണ്ട്. ഇപ്പോൾ ആ ഒരു സിനാരിയോ വാറ്റിൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുക? 10 രൂപയുടെ സാധനം ഫൈനലായിട്ട് 100 രൂപയുടെ സാധനമായിട്ട് മാറുമ്പോൾ 90 രൂപയാണ് ഡിഫറൻസ് വരിക. ആദ്യം 10 രൂപയുടെ ഇൻപുട്ട് ഉണ്ടായിരുന്ന സാധനം ഫൈനലായിട്ട് 100 റുപ്പീസിൻ്റെ ഒരു സാധനമായിട്ട് മാറി. ഇവിടെ പല സ്റ്റേജുകളുണ്ടായിരുന്നു എന്നിരിക്കട്ടെ. എന്തായാലും ടാക്സ് അടച്ച് വന്ന് 100 രൂപയുടെ എങ്കിൽ 90 രൂപയുടെ വ്യത്യാസമാണ് വരിക. അപ്പോൾ 90 രൂപയുടെ 10% ആണ് ടാക്സ് വാറ്റ് അടയ്ക്കേണ്ടി വരിക. അപ്പോൾ വാറ്റ് എങ്ങനെയാണ്? 9 രൂപയായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഈ പല സ്റ്റേജുകളിലൂടെ വന്നാലും ഒരൊറ്റ സ്റ്റേജിലൂടെ 10 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് മാറ്റിയാലും എല്ലാം ഒരേ വാറ്റാണ് വരുന്നതെന്ന് കാണാൻ കഴിയും. ഇപ്പം 4 സ്റ്റേജിലൂടെ വന്നപ്പോഴും 2, 4, 8, 1, 9 എന്നായി. അതേസമയം ഷോപ്പ് കീപ്പർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടെങ്കിൽ പോലും 10 രൂപയുടെ ഒരു ഇൻപുട്ടിനെ 100 രൂപയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരൊറ്റ സ്റ്റേജിലാണ് അത് മാറിയിരുന്നെങ്കിൽ പോലും വാറ്റ് 100 - 10 90, അതിൻ്റെ 10 9 എന്ന് വരുന്നത് കാണാം. അപ്പോൾ പല സ്റ്റേജിലൂടെ വരുന്നതിൽ ഒരു കുഴപ്പമില്ല. വാറ്റിൽ കറക്റ്റ് വാല്യൂ അഡീഷനിൽ മാത്രമേ ടാക്സ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അതൊരു ബെനിഫിറ്റായിട്ട് വരും. അപ്പോൾ വാറ്റ് കാസ്കേഡിങ് എങ്ങനെ ഒഴിവാക്കുന്നു, ടാക്സ് ഇവേഷൻ എങ്ങനെ ഒഴിവാക്കുന്നു, ആൻസിലറൈസേഷൻ എങ്ങനെ ഒഴിവാക്കുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഇത്രയൊക്കെ കൊള്ളാമല്ലോ. ഇനി എന്താണ് അപ്പം GST കാസ്കേഡിങ് ഓഫ് ടാക്സ് ഒഴിവാക്കും എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? അത് മാത്രമല്ല, വാറ്റ് ഇത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്യുമെങ്കിൽ എന്തിനായിരുന്നു നമുക്ക് GSTയുടെ ഒരു ആവശ്യം? അപ്പോൾ വാറ്റിന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് വാറ്റിൽ എക്സൈസ് ഓക്കെ, ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാണ് വാറ്റ് അടയ്ക്കേണ്ടതെങ്കിലും ഈ ഫാർമർ ടാക്സ് അടയ്ക്കുമ്പോൾ 3 രൂപ അടയ്ക്കും. അതായത് വാറ്റ് 2 രൂപ മാത്രം വാറ്റുള്ള കേസിൽ 3 രൂപ അടയ്ക്കണമെങ്കിലും
2 രൂപയാണ് അടയ്ക്കേണ്ടതെങ്കിലും വാറ്റ് ഉള്ളപ്പോഴും ഫാർമർ 3 രൂപയാണ് അടയ്ക്കുക. പക്ഷേ വാല്യൂ അഡിഷൻ കാണിക്കുമ്പോൾ 2 രൂപയെ വരുന്നുള്ളെന്നും അതിൻ്റെ ഡിഫറൻസ് 1 രൂപ കൂടുതൽ അടച്ചിട്ടുണ്ടെന്ന് കാണിക്കുമ്പോൾ സ്റ്റേറ്റ് 1 രൂപ ഫാർമറിന് തിരിച്ച് ഓഫ്സെറ്റ് ചെയ്ത് കുറച്ച് കൊടുക്കും. 3 രൂപ കൊടുത്തല്ലോ 1 രൂപ തിരിച്ച് നൽകും, റീഇംബേഴ്സ് ചെയ്യുന്ന പോലെ. അപ്പോൾ എല്ലാ കേസിലും ഇപ്പോൾ ഈ കേസിലാണ് നോക്കുന്നതെങ്കിൽ 9 രൂപ ബേക്കർ അടയ്ക്കും. ബേക്കറിന് ശരിക്കും അടക്കേണ്ടിയിരുന്ന വാറ്റ് എന്ന് പറയുന്ന 4 രൂപയാണ്. അപ്പോൾ 5 രൂപ സ്റ്റേറ്റ് തിരികെ നൽകും. ഓഫ്സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വാറ്റിൻ്റെ സിസ്റ്റത്തിൽ. പക്ഷേ അപ്പോൾ വാറ്റിൽ ഓഫ്സെറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം വരും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സെൻ വാറ്റ് ഉണ്ട്, സർവീസ് ടാക്സ് ഉണ്ട്, സെയിൽസ് ടാക്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിനെല്ലാം വാറ്റ് കൊണ്ടുവന്നപ്പോൾ അയാൾ ഒരു ടാക്സ് അടച്ചു. സെൻ വാറ്റ് സർവീസ് ടാക്സ് കൊടുത്തു. ആ സർവീസ് ടാക്സ് കൊടുത്തിട്ടാണ് ഒരു സാധനം വിറ്റത്. അപ്പോൾ അടുത്ത ആൾ വാങ്ങിയ ആൾ ഈ സർവീസായിട്ടാണ് അത് കൊടുത്തത്. അപ്പോൾ ആ സർവീസ് കിട്ടിയ ഒരാൾ ആ സർവീസ് ഉപയോഗപ്പെടുത്തി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ അയാൾ നോക്കുമ്പോൾ ഓൾറെഡി ഇതിൻ്റെ സർവീസിൻ്റെ ഒരു ചാർജും കൂടെ ചേർത്താണല്ലോ ഇൻപുട്ട് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ആ കോസ്റ്റിൻ്റെ മുകളിൽ നമ്മൾ ഒരു സാധനം വിൽക്കുകയാണ്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം? ഓഫ്സെറ്റ് ചെയ്ത് കിട്ടണം. നേരത്തെ അടച്ച ടാക്സിൻ്റെ മുകളിൽ എന്തിനാണ് ഞാൻ ടാക്സ് അടയ്ക്കുന്നത്? ആ ടാക്സ് എനിക്ക് കുറച്ച് തരണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അയാൾക്ക് അടയ്ക്കേണ്ടത് ഒരു സെൻ വാറ്റ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇയാൾ നേരത്തെ കൊടുത്തത് സർവീസ് ടാക്സ്. അപ്പോൾ ഇത് തമ്മിൽ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി സെൻ വാറ്റ് കൊടുക്കുകയും അടുത്ത ആൾ വാങ്ങിയ ആൾ വീണ്ടും വിൽക്കുമ്പോൾ വീണ്ടും സെൻ വാറ്റ് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ഈ സെൻ വാറ്റുകൾ തമ്മിൽ ഓഫ്സെറ്റ് ചെയ്യാം. അതേസമയം മറ്റ് ടൈപ്പ് വാറ്റുകൾ തമ്മിൽ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് വാറ്റ് പലതരത്തിലുള്ളത് കൊണ്ട് പല ടാക്സുകൾക്ക് വാറ്റിൻ്റെ ഇത് കൊണ്ടുവന്നതുകൊണ്ട് ചില തരം വാറ്റുകൾ തമ്മിൽ ഒരു ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ക്രെഡിറ്റ് ഓഫ് വാറ്റ് ഈസ് നോട്ട് അവൈലബിൾ അഗെയിൻസ്റ്റ് എക്സൈസ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ അതേപോലെ തന്നെ വേറെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് എക്സൈസ് ഡ്യൂട്ടിയുടെ പുറത്ത് ടാക്സ് ചുമത്തുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാസ്കേഡിങ് ഓഫ് ടാക്സ് നമ്മൾ ഒഴിവാക്കി എന്ന് പറഞ്ഞെങ്കിലും ഈ എക്സൈസ് ഡ്യൂട്ടിയുടെ പുറത്ത് വാറ്റ് സ്റ്റേറ്റ് ചുമത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ട് കാസ്കേഡിങ് ഓഫ് ടാക്സ് ഒഴിവായിട്ടില്ല. അതുമാത്രമല്ല ഈ വാറ്റ് എന്ന് ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് ഇഷ്യൂയിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്താണ് ഇൻ്റർ സ്റ്റേറ്റിലും ഒരു സാധനം വിൽക്കുമ്പോൾ ഒരു സ്റ്റേറ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സാധനം വേറൊരു സ്റ്റേറ്റിൽ വിൽക്കുമ്പോൾ ഒരു പ്രശ്നം നേരിടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിന് ഒരു ടാക്സ് അടയ്ക്കുന്നു. എ ബി ഉണ്ടെന്നിരിക്കട്ടെ, സ്റ്റേറ്റ് എക്സും സ്റ്റേറ്റ് വൈയും. എ എക്സിലുള്ള ആളും ബി വൈയിലുള്ള ആളും. അപ്പോൾ എ ഒരു സാധനം വാങ്ങിച്ചു, ഒരാളുടെ നിന്ന് വിൽക്കുന്നു. അപ്പോൾ സ്റ്റേറ്റിന് ഒരു ടാക്സ് കൊടുത്തു. ഇനി ബിയിലേക്ക് കൊടുക്കുന്നു. ബി ആണെങ്കിൽ വീണ്ടും വിൽക്കുന്നു. അപ്പോൾ ബി വിൽക്കാൻ നേരത്തെ എ അടച്ച ടാക്സ് ഓഫ്സെറ്റ് ചെയ്യാൻ സ്റ്റേറ്റിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ സ്റ്റേറ്റ് നോക്കുമ്പം സ്റ്റേറ്റിന് പൈസയൊന്നും കിട്ടിയിട്ടില്ല. എക്സ് എന്ന് പറയുന്ന സ്റ്റേറ്റിന് നേരത്തെ അടച്ച ടാക്സ് കിട്ടിയിട്ടുണ്ട്. അതേസമയം വൈ എന്ന് പറയുന്ന സ്റ്റേറ്റിന് ഒരു ടാക്സും കിട്ടിയിട്ടില്ല. അപ്പോൾ സ്റ്റേറ്റ് വൈ എക്സിനോട് ഈ ബിക്ക് കൊടുക്കേണ്ട പൈസ എക്സിനോട് വാങ്ങിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ പേപ്പർ വർക്കും കൃത്യമായ റെക്കോർഡ് സൂക്ഷിക്കേണ്ട പ്രശ്നങ്ങളും ടൈം ഡിലേയും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡുകൾ തമ്മിലുള്ള പ്രശ്നം. ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡുകളിൽ ഈ പ്രശ്നം നേരിടും. അപ്പോൾ വേറൊരു റിപ്പോർട്ട് എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ് നടക്കുമ്പോൾ ഏറ്റവും അധികം സമയം ഈ കച്ചവടക്കാർക്ക് നഷ്ടപ്പെടുന്നത് വഴിയിൽ ടാക്സിൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് വഴിയിൽ പിടിച്ചിടുന്നതും അല്ലെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് നടക്കുമ്പോൾ ഗുഡ്സിൻ്റെ റെക്കോർഡുകളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി പിടിച്ചിടുന്നതും അങ്ങനെ വെയിറ്റിംഗ് ടൈമായിട്ടാണ് അവരുടെ ടോട്ടൽ കച്ചവടത്തിന് അവർ ഉപയോഗിക്കുന്ന ടൈമിൻ്റെ ഒരു വലിയൊരു ശതമാനം സമയം നഷ്ടപ്പെട്ടിരുന്നത് എന്ന് ആണ് ഒരു റിപ്പോർട്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലാഭം ഉണ്ടാവുകയും ഇൻ്റർ സ്റ്റേറ്റ് ഗുഡ്സിൻ്റെ ഒരു സീംലെസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ
സെയിൽസൊക്കെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. അതേപോലെ മൾട്ടിപ്പിൾ ടാക്സസ് ആൻഡ് വേരിഡ് റേറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റിൻ്റെ കീഴിൽ ഒരുപാട് തരം ടാക്സുകൾ വേറെ ഓക്ട്രോയ് ടാക്സ്, പർച്ചേസ് ടാക്സ്, ലക്ഷറി ടാക്സ്, അങ്ങനെ പലതരം ടാക്സുകളുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നം. രണ്ട്, ഇതിനെല്ലാം ഓരോ സ്റ്റേറ്റ് ഓരോ രീതിയിലാണ് ടാക്സ് റേറ്റ് ചുമത്തുന്നത്. ചില സ്റ്റേറ്റുകളിൽ ചില വാറ്റ് കുറഞ്ഞിരിക്കും, ചില സ്റ്റേറ്റിൽ കൂടിയിരിക്കും. അപ്പോൾ ഒരു മാനുഫാക്ചറിനെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് എപ്പോഴും സാധനം എടുക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫറൊക്കെ നടക്കുമ്പോൾ എവിടെയാണ് കൂടിയത്, എവിടെയാണ് കുറഞ്ഞത്, അത് ഇവിടെ വേറൊരു വേറൊരു രീതിയിൽ ടാക്സ് അടയ്ക്കണം, അവിടെ വേറൊരു രീതിയിൽ ടാക്സ് അടയ്ക്കണം. അപ്പോൾ അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും ഒഴിവാക്കാനായിട്ടാണ് GST എന്ന് പറയുന്ന ഒരു സംഭവം വന്നത്. ഇത്രയും കാര്യങ്ങൾ വാറ്റിന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കാനായിട്ടാണ് GST എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വന്നത്. അപ്പോൾ GST ഇൻ്റർ സ്റ്റേറ്റ് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുന്നു. പല ടാക്സ് റേറ്റും ടാക്സസും ഉണ്ടായിരുന്നു എന്നുള്ളതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നു. ഈ എക്സൈസ് ഡ്യൂട്ടിയുടെ ഇത് മറ്റ് ടാക്സുകളിലുള്ള ഇതിൽ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ടാക്സാണ് ഞാൻ പലതവണ സൂചിപ്പിച്ചു. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ കീഴിൽ ഒരു ടാക്സ് ഉണ്ട്, വാല്യൂ ആഡഡ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, പഞ്ചായത്തും ലോക്കൽ ബോഡീസൊക്കെ വിരിക്കുന്ന ടാക്സ്, ഒക്ട്രോയ് എൻട്രി ടാക്സ്, പർച്ചേസ് ടാക്സ്, ലക്ഷറി ടാക്സ്, ടാക്സ് ഓൺ ലോട്ടറി. ഇത്രയും തരം ടാക്സുകൾ GSTയുടെ അടിയിലേക്ക് വരും. അപ്പോൾ ഈ GST വന്നതിന് ശേഷം ഇനി ഈ പറയുന്ന പേരുള്ള ടാക്സുകളൊന്നും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഉണ്ടാവില്ല. അതാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴെന്നല്ല, അത് ഞാൻ പറഞ്ഞതിലൊരു ചെറിയൊരു തെറ്റുണ്ട്. ചില പ്രൊഡക്റ്റുകളെ GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ഐഡിയൽ GSTയുടെ കേസിൽ അങ്ങനെ ഒഴിവാക്കലുകൾ ഉണ്ടാവേണ്ടതല്ല. പക്ഷേ ഇന്ത്യയുടെ കേസ് വരുമ്പോൾ ചില ഒരു എക്സംഷൻസും സ്പെഷ്യാലിറ്റീസൊക്കെ ഉണ്ട്. അത് ഞാൻ ഇത് പിന്നീട് പറയാം. അപ്പോൾ സെൻട്രൽ ടാക്സ് എൻ്റെ കീഴിലുള്ളത് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്. ശ്രദ്ധിക്കണം, സർവീസ് ടാക്സ് സെൻട്രൽ ടാക്സാണ്. അത് സ്റ്റേറ്റിന് പിരിക്കാനുള്ള ലെവി ചെയ്യാനുള്ള അധികാരങ്ങളില്ല. അതേപോലെ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് അറിയപ്പെടുന്ന സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ്, ഇത്രയും കാര്യങ്ങൾ സെൻട്രൽ ടാക്സിൻ്റെ കീഴിലാണ് വരുന്നത്. ഇതും GSTയുടെ ഇതിലേക്ക് സബ്സ്യൂംഡ് ആവും. അപ്പോൾ ഇത്രയധികം ടാക്സുകളാണ് GSTയുടെ കീഴിലേക്ക് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇനി സർവീസ് ടാക്സിനെ കുറിച്ച് ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ ടാക്സിൽ സർവീസിനെ ഒരു പ്രത്യേകതരം പ്രൊഡക്റ്റായിട്ടല്ല കണ്ടിരുന്നതെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. അതായത് നേരത്തെ ഒരു സാധനം ഒരു ഹോട്ടലിൽ പോയി ഒരു സർവീസ് എടുക്കുമ്പോൾ അതിന് സർവീസ് ടാക്സ്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ അവിടെ ഒരു സർവീസ് ടാക്സാണ് വരുന്നത്. അതേസമയം ഒരു സാധനം വിൽക്കുമ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് ഗുഡാണ് വിൽക്കുന്നതെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് ഒരു എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, വിൽക്കുമ്പോൾ ഒരു സെയിൽസ് ടാക്സ് ഉണ്ട്. അപ്പോൾ പ്രൊഡക്റ്റിനെയും സർവീസിനെയും കൃത്യമായിട്ട് രണ്ടായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ചില കേസുകൾ അതുപോലും ഒരു പ്രശ്നമായിരുന്നു. അതായത് ചില കാര്യങ്ങളെ സർവീസായിട്ടാണോ പ്രൊഡക്റ്റായിട്ടാണോ കാണേണ്ടതെന്നുള്ളൊരു സംശയം. അതിനൊരു ഉദാഹരണമായിട്ട് പലപ്പോഴും പറയുന്നത് ഒരു സിം കാർഡിൻ്റെ കേസാണ്. സിം കാർഡ് ഒരു ടാഞ്ചിബിളായിട്ടുള്ള നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ അത് വിൽക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു സർവീസാണ് കൊടുക്കുന്നത്, കോൾ ചെയ്യുക എന്നുള്ളൊരു സർവീസ്. അപ്പോൾ അതിനെ സർവീസായിട്ട് കാണണോ, എന്നിട്ട് സർവീസ് ടാക്സ് ചുമത്തണോ, അതൊരു പ്രൊഡക്റ്റായിട്ട് കാണണോ, എന്നിട്ട് സെയിൽസ് ടാക്സും എക്സൈസ് ഡ്യൂട്ടിയൊക്കെ ചുമത്തണോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഇപ്പോൾ ഒരു സർവീസ്, ഇപ്പോൾ IT ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ വരുമ്പോൾ സർവീസുകളും പ്രൊഡക്റ്റുകളും ഒക്കെ തമ്മിലുള്ള ഇത് കുറയും. സർവീസിൻ്റെ കൂടുതൽ സർവീസ് ടാക്സ് സർവീസ് ടാക്സിൽ നിന്ന് ഒരുപാട് റവന്യൂ ഉണ്ടാകുന്ന സിറ്റുവേഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ സർവീസ് ടാക്സും എല്ലാം ഇതിനകത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് GSTയുടെ ഇമ്പാക്റ്റ് വരുമ്പോൾ അതൊരു ഭയങ്കര പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു പോയിൻ്റാണ്. അതുകൊണ്ടാണ് ഞാൻ സർവീസ് ടാക്സ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒന്നും കൂടെ എംഫസൈസ് ചെയ്തത്. ഇനി GSTയുടെ ഇമ്പാക്റ്റ്, GST എന്താണെന്ന് പറയുന്നതിന് മുമ്പ് പലർക്കും ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GST കൊണ്ട് എന്ത് വ്യത്യാസം. അപ്പോൾ GST ദ ഗുഡ്, ബാഡ് ആൻഡ് ദ അൺഅഫക്റ്റഡ് എന്ന് പറയുന്ന ഇതിൽ കാണുന്നത് ഏതൊക്കെ സെക്ടറുകൾക്കാണ് GST വരുന്നത് കൊണ്ട് ആദ്യം വളരെ ഗുണപരമായിട്ട് മാറുന്നത്. നോക്കിയാൽ കാണാം, സിമെൻറ്റ്, ഫാർമ, ഓട്ടോമൊബൈൽ, ബാങ്കിങ്, അങ്ങനെ പലതരം സെക്ടറുകൾക്ക്
ഫൈനലി വരുമ്പോൾ ഗുണപരമായിട്ട് വരും. ചില സെക്ടറുകൾക്ക് മീഡിയ, ടെക്സ്റ്റൈൽസ്, ടെലികോം, മെറ്റൽസ് കുറച്ച് അതൊരു ലോസസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് GST എന്ന് പറയുന്ന മൊത്തത്തിൽ ഒരു നല്ലൊരു ചേഞ്ച് അല്ലേ? അതെങ്ങനെയാണ് ചില സെക്ടറുകൾക്ക് ലോസസ്? അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ടാക്സ് നേരത്തെ സെൻറ്ററാണ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സർവീസ് ടാക്സ് എന്ന് പറയുന്നതിന് ഒരു GSTയുടെ അടിയിലേക്ക് വരുമ്പോൾ അതിനൊരു സ്റ്റേറ്റ് കോമ്പണൻറ്റും സെൻറ്ററിൻ്റെ ഒരു കോമ്പണൻറ്റും ഉണ്ടാവും. സ്റ്റേറ്റിന് സർവീസ് ടാക്സിൻ്റെ ഒരു കോമ്പണൻറ്റ് കിട്ടുന്നു. സ്റ്റേറ്റ് അപ്പോൾ ഒരു നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ഉയർന്ന ഒരു റേറ്റിലായിരിക്കും അത് ഈടാകുന്നത്. അപ്പം നാച്ചുറലായിട്ട് സർവീസുകളുടെ വില കൂടും. പക്ഷേ സ്റ്റേറ്റിന് നോക്കുമ്പോൾ അതിൽ നിന്നുള്ള റവന്യൂ സർവീസുകളിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്നതിലും കൂടുതൽ ഒരു റവന്യൂ സ്റ്റേറ്റുകൾക്കുണ്ടാവും. അപ്പോൾ സെക്ടറുകളാണ് ഈ പറയുന്നത്. ഈ ഇന്ന സെക്ടറുകൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഗുണമാണോ, റവന്യൂ ലോസ് ആണോ ഉണ്ടാവുക, അത് റവന്യൂ ഗെയിൻ ആണോ ഉണ്ടാവുക? GST പൊതുവേ ഗുണപരമാണെന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു നേഷന് ആസ് എ നേഷൻ ഗുണപരമാണോ അല്ലയോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, ഈ റവന്യൂ ലോസസ് ഒഴിവാക്കാനായിട്ട് പല സാധനങ്ങളെയും GSTയുടെ പെർവ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുള്ള ഏതൊക്കെയാണ് ഒഴിവാക്കിയിട്ടുള്ളതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പെട്രോളിയം ഒഴിവാക്കിയിട്ടുണ്ട്. ഏറ്റവും അധികം സ്റ്റേറ്റിന് റവന്യൂ കിട്ടുന്ന ഒരു സാധനമാണ് പെട്രോളിയം. അതേപോലെ ആൽക്കഹോൾ, ലിക്കർ കൺസപ്ഷൻ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ആൽക്കഹോൾ ഒഴിവാക്കി. സ്റ്റാമ്പ് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി, ടാക്സ് ഓൺ ഇലക്ട്രിസിറ്റിയിൽ ടാക്സ് ചെയ്യുന്ന പരിപാടി അതും ഒഴിവാക്കി. എൻ്റർടൈൻമെൻറ്റ്, അമ്യൂസ്മെൻറ്റ് ടാക്സ് ചില ഇതിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ ഇത് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ആരാണോ ഈ ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് അവർ തന്നെ വീണ്ടും കളക്ട് ചെയ്യാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് അതർ ദാൻ ദ ടാക്സ് ലെവീഡ് ബൈ ദ ലോക്കൽ ബോഡീസാണ്. ഞാൻ അത് പറഞ്ഞതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തുകയാണ്. അതായത് ലോക്കൽ ബോഡീസ് പിരിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ടാക്സിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം സ്റ്റേറ്റോ സെൻറ്ററോ പിരിക്കുന്ന ടാക്സിനെ ഈ GSTനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് അല്ലാതെ ചില നെസസറി ഗുഡ് ഐറ്റംസിനെ, അതെന്താണ്, ബിലോ പോവർട്ടി ലൈനിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ടാക്സ് കൂടുതൽ വരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള വളരെ നെസസറി എന്ന് കൺസിഡർ ചെയ്യാവുന്ന ചില ഗുഡ്സിനെ GSTയുടെ പെർവ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം will eliminate multiple taxes in firms, help ease of doing business, will reduce logistic cost. ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ പ്രൈസസ് കുറയും, വിൽ റെഡ്യൂസ് ബ്ലാക്ക് മണി. ഗുണം എന്തൊക്കെയാണ്, ലോങ് ടേം എഫക്ട്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതേസമയം ഷോർട്ട് ടേം എഫക്ട്സ് ആയിട്ട് എന്തൊക്കെ ഒരു വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തൊക്കെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നുള്ളതാണ്. ഹോട്ടൽസിൻ്റെയും ബിൽസിൻ്റെയും ടിക്കറ്റ്സിൻ്റെയും സിനിമ ടിക്കറ്റിൻ്റെ അതൊക്കെ വില കൂടും. ഞാൻ പറഞ്ഞു സർവീസുകൾക്ക് എന്തുകൊണ്ടാണ് വില കൂടുന്നതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതേസമയം കാറുകൾക്ക്, 2 വീലറുകൾക്ക്, SUV അങ്ങനത്തെ സാധനങ്ങൾക്ക് വില കുറയും. മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സിന് വില കുറയും. എന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ മാനുഫാക്ചറിങ് കാസ്കേഡിങ് ഓഫ് ടാക്സ് ഒഴിവാക്കുന്നു, ഒരു യൂണിഫോം സ്ട്രക്ചർ ഉണ്ടാക്കുന്നു, കോംപ്ലയൻസ്, ആൾക്കാർക്ക് ടാക്സ് അടയ്ക്കാൻ എളുപ്പം ഉണ്ടാക്കുന്നു, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുകൊണ്ട് തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൂടുന്നു. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതേപോലെ കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആയിട്ട് മാറുമ്പോൾ ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ്സിന് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു, അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ പല രീതിയിൽ GDP ഗ്രോത്തിന് കാരണമാവും. അതുകൊണ്ടാണ് മാനുഫാക്ചറിങ് സെക്ടറിന് പല കാര്യങ്ങളും ചീപ്പറായിട്ട് കൊടുക്കാനുള്ള ഒരവസ്ഥ GST ഉണ്ടാക്കും എന്ന് പറയാനുള്ള കാരണം. പിന്നെ ഇതൊന്ന് പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് പോയിൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ഞാൻ അടുത്ത ഇതിലേക്ക് പോവാണ്. ഇന്ത്യയിൽ എങ്ങനെയാണ് GST ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത് ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞത് ഒരൊറ്റ ടാക്സ്, ഒരു യൂണിഫോം ടാക്സ് എന്നൊക്കെയാണ്. പക്ഷേ ഇന്ത്യയിൽ പൂർണ്ണമായും യൂണിഫോം അല്ല. പലതരത്തിൽ എക്സെപ്ഷൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചില കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞു.
അതുകൂടാതെ നമ്മൾ GST ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് SGST, CGST, IGST എന്ന് പറയുന്ന 3 ടൈപ്പ് ഓഫ് കോമ്പണൻറ്റ് GSTക്കകത്ത് കൊണ്ടുവന്നതാണ്. ഒരു ഇന്ത്യനൈസ്ഡ് വേർഷൻ ഓഫ് GST ആണ് നമ്മൾ ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ SGST സ്റ്റേറ്റ് കോമ്പണൻറ്റും CGST സെൻട്രലിൻ്റെ കോമ്പണൻറ്റും കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് GST ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്. IGST ആണെങ്കിൽ ആപ്ലിക്കബിൾ ആവുന്നത് എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് കച്ചവടം നടക്കുന്ന സിനാരിയോയിൽ മാത്രമാണ് IGST ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടേബിളിൽ ഇത് കാണിച്ചിട്ടുണ്ട്. സെയിൽ വിത്തിൻ ദ സ്റ്റേറ്റ്, അതായത് ഒരു സ്റ്റേറ്റിനകത്താണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ പഴയ സിസ്റ്റം പ്രകാരം അവിടെ സെൻവാറ്റ് സെൻറ്ററിലേക്ക് പോകും. അത് ഇപ്പോൾ സർവീസ് ആണെങ്കിൽ സർവീസ് ടാക്സ് ആയിട്ടാണ് പോവുക, അല്ലെങ്കിൽ സ്റ്റേറ്റ് ടാക്സ് ആയിട്ട് പോകും. SLVAT എന്ന് ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റിൻ്റെ ടാക്സാണ്. അപ്പോൾ അങ്ങനെ ഇത് കൂടാതെ ചിലപ്പോൾ പലതരം ടാക്സുകൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പലതരം ടാക്സുകൾ കാണിച്ചു, അങ്ങനത്തെ ടാക്സുകളൊക്കെ ഉണ്ടാവാം. അതേസമയം പുതിയ സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ SGST ആൻഡ് CGST എന്ന് പറയുന്ന 2 കോമ്പണൻറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ SGST സ്റ്റേറ്റിന് പോവും, CGST സെൻറ്ററിന് പോവും. അപ്പോൾ രണ്ട് കോമ്പണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ പലതരം ടാക്സുകളില്ല. സെൻറ്ററിന് സെൻവാറ്റ് എന്ന് പറയുന്നതില്ല, സ്റ്റേറ്റ് ടാക്സ് ഇല്ല, സർവീസിനെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. അതേസമയം സെയിൽ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ആണെങ്കിൽ IGST എന്ന് പറയുന്ന ഒരൊറ്റ കോമ്പണൻറ്റ് മാത്രമേ പുതിയ സിസ്റ്റത്തിലുള്ളൂ. അതേസമയം പഴയ സിസ്റ്റത്തിലാണെങ്കിൽ CST, സെയിൽസ് ടാക്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ സെയിൽസ് ടാക്സ് എന്ന് പറഞ്ഞൊരു ടാക്സ് ഉണ്ടായിരുന്നു. പിന്നെ സെൻവാറ്റോ സർവീസ് ടാക്സോ ഒക്കെ അതിൻ്റെ മുകളിൽ ചുമന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ ഇതിൽ IGST കളക്ട് ചെയ്യുന്നത് സെൻറ്ററാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഒരു GSTയുടെ ഒരു പ്രയോഗത്തിൽ ഇങ്ങനെയാണ് കൊണ്ടുവരിക. GST കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക, അത് എങ്ങനെയാണ് പല കാര്യങ്ങൾ പരിഹരിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കാസ്കേഡിങ് ഓഫ് ടാക്സസ് ഒഴിവാക്കുന്നത് വാറ്റിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് GST. പക്ഷേ വാറ്റിൽ നിന്ന് മെച്ചപ്പെട്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണം പലതരം ടാക്സുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഒരൊറ്റ ഈ CGST, SGST എന്ന് പറയുന്ന ഒരു ഇതിലേക്കും IGST ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ IGST എന്ന് പറയുന്ന ഒരൊറ്റൊരു സാധനത്തിലേക്കും മാറ്റി. അപ്പോൾ ഈ വാറ്റിൻ്റെ ഗുണം എല്ലാ ഇതിലേക്കും കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വാറ്റിലുണ്ടായിരുന്ന എക്സെപ്ഷൻസ് ഒന്നും GSTയിലില്ല. പലതരം ടാക്സുകളെല്ലാം ഒരൊറ്റ ടാക്സായിട്ട് മാറി. അത് ഒറ്റ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GSTനകത്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഗുഡ്സിൻ്റെ കാര്യമാണ്. SGSTയോ CGSTയോ ആയിട്ട് മാറി. പിന്നെ ഇൻ്റർ ട്രേസ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ മാത്രം IGST ആയിട്ട് മാറി. അപ്പോൾ അതുവഴി കാസ്കേഡിങ് ഓഫ് ടാക്സ് വാറ്റിൻ്റെ അതേ രീതിയിൽ തന്നെ GST ഒരു വൈഡൻഡ് ഗുഡ്സിലേക്കും സർവീസസിലേക്കും എല്ലാം അതിൻ്റെ ഗുണം കൊണ്ടുവരും. നേരത്തെ പറഞ്ഞതുപോലെ ടാക്സ് ഇവേഷൻ ഒഴിവാകും, ബില്ല് സൂക്ഷിക്കുന്ന ഒരു അവസ്ഥ വരും, ബ്ലാക്ക് മണി ഉണ്ടാവുന്നത് കുറയും, ആൻസിലറൈസേഷൻ കുറയും, അങ്ങനെ പലതരം ഗുണങ്ങൾ GSTക്ക് വരും. അതുകൂടാതെ ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്ഫറിൽ ഉണ്ടായിരുന്ന വാറ്റിന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഈ IGST കൊണ്ടുവരുന്നത് വഴി IGSTയും ഈ SGST, CGST എന്ന് പറയുന്ന ഒരു രീതിയിൽ വരും. അതെങ്ങനെയെന്നുള്ളത് ഇനി എനിക്കൊരു എക്സാമ്പിൾ വെച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ഇനി പറയാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ കൺസപ്ഷൻ ബേസ്ഡ് ടാക്സ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഒരു മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റേറ്റിന് ഒരു ടാക്സും കിട്ടാതെ പോകുന്നത്? കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റിന് മാത്രം ടാക്സ് കിട്ടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി. അത് കോംപ്ലിക്കേറ്റഡ് അല്ല, അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും ഇതിൻ്റെ എങ്ങനെയാണ് GST പ്രവർത്തിക്കുന്നതെന്നറിയാൻ ഒരു 2 എക്സാമ്പിളുണ്ട്. ആ 2 എക്സാമ്പിൾ മാത്രം കേട്ടാൽ മതി. പക്ഷേ ഇതുവരെ കേട്ടതാണ് GSTയുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അതായത് GST എന്താണ്, GST എന്തൊക്കെയാണ് പരിഹരിക്കുക, വാറ്റുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇന്ത്യയിൽ എങ്ങനെയാണ് അത് കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ GST വളരെ കൃത്യമായി എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാവും. ആദ്യത്തെ എക്സാമ്പിൾ, അതായത് ഒരു സ്റ്റേറ്റിനകത്ത് നടക്കുന്ന ഒരു കച്ചവടം ആണെങ്കിൽ അതെങ്ങനെയാണ് GST വരിക? ഇപ്പം ഇവിടെ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ 4 ആൾക്കാരാണുള്ളത്. ടിമ്പർ മേക്കർ, അതായത് തടി ഉണ്ടാക്കുന്ന ആൾ,
ആ തടി ഉണ്ടാക്കി അയാൾ ഫർണിച്ചർ മേക്കറിന് വിൽക്കുന്നു. ഫർണിച്ചർ മേക്കർ ആ തടി വാങ്ങി അതൊരു ഫർണിച്ചറായി മാറ്റിയിട്ട് ഒരു ഫർണിച്ചർ റീറ്റെയിലറിന് വിൽക്കുന്നു. ഫർണിച്ചർ റീറ്റെയിലർ അത് ഒരു കൺസ്യൂമറിന് വിൽക്കുന്നു. ഇപ്പോൾ ഈ ഒരു സിനാരിയോ ആണ്. ഇതെല്ലാം നടക്കുന്നത് ഒരു സ്റ്റേറ്റിനകത്താണ്. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ എങ്ങനെയൊക്കെയാണ് ടാക്സ്, ആരാണ് പിരിക്കുക, എത്ര വെച്ച് പിരിക്കും, അതെങ്ങനെ ഓഫ്സെറ്റ് ചെയ്യും എന്നുള്ളതാണ് ജി എസ് ടിയിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജി എസ് ടിയിനകത്ത് ടിമ്പർ മേക്കറാണെങ്കിൽ 100 രൂപയുടെ സാധനമാണ് വിറ്റത് എന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എത്ര രൂപയാണോ ഔട്ട്പുട്ട് കോസ്റ്റ്, ആ ഔട്ട്പുട്ട് കോസ്റ്റിൻ്റെ ടാക്സ് തന്നെ അടയ്ക്കും. പിന്നീട് അത് ഓഫ്സെറ്റ് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുക. സ്റ്റേറ്റ് ആരാണോ മുന്നത്തെ ടാക്സ് വാങ്ങിച്ചിട്ടുള്ളത് അവർ ഓഫ്സെറ്റ് ചെയ്യുന്നൊരു ഇതാണുള്ളത്. അപ്പോൾ ഇവിടെ ടിമ്പർ മേക്കർ ഫർണിച്ചർ മേക്കറിന് വിറ്റത് 100 രൂപയുടെ ഗുഡ്സ് ആണെന്നിരിക്കട്ടെ. 100 രൂപയുടെ ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി സെൻട്രൽ CGST എന്ന് പറയുന്നത് 10%, സ്റ്റേറ്റ്സ് SGST എന്ന് പറയുന്നത് 10% ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10% നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു? നേരത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാണ്. ഈ ടിമ്പർ മേക്കർ ഇങ്ങനെ ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ സെൻവാറ്റ് ഉണ്ട്, സെൻവാറ്റ് സ്റ്റേറ്റിന് കൊടുക്കും. സെയിൽസ് ടാക്സ് ഉണ്ട്, അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ടാക്സുകളുണ്ടെങ്കിൽ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പലതരം ടാക്സുകൾ. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനാണെങ്കിൽ സെയിൽസ് ടാക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ ചിലപ്പോൾ സെസ്സുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയെല്ലാം എന്താണോ ഉള്ളത് അത് സ്റ്റേറ്റ് കളക്ട് ചെയ്യുന്ന ഏതൊക്കെയാണോ ഉള്ളത് അതെല്ലാം സ്റ്റേറ്റ് വാങ്ങിക്കും. അപ്പോൾ ഈ കേസിൽ അങ്ങനെ പലതരം ടാക്സ് ഒന്നുമില്ല, ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ, CGST SGST. അതിന് എത്ര റേറ്റ് വേണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ എക്സാമ്പിളിന് വേണ്ടി 10% എന്ന് ഞാൻ വച്ചിരിക്കുകയാണ്. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ടാക്സ് ആ സാധനം അത് അങ്ങ് കൊടുത്താൽ മതി. സെൻറ്ററിന് 10% വരും. അപ്പം 100ൻ്റെ 10 രൂപ സെൻറ്ററിലേക്ക് പോവും, 10 രൂപ സ്റ്റേറ്റിലേക്ക് പോവും. ഇനി അടുത്ത ആൾ വരുമ്പോഴാണ് ഈ ഓഫ്സെറ്റിങ്ങിൻ്റെ ഒരു സംഭവം വരുന്നത്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫർണിച്ചർ മേക്കർ വരുന്നു. ഫർണിച്ചർ മേക്കർ 100 രൂപയ്ക്ക് സാധനം വാങ്ങി വാല്യൂ എഡിഷൻ നടത്തി 200 രൂപയ്ക്ക് വിൽക്കുകയാണ്. 200 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വീണ്ടും 10% വരും. 20 20 രൂപ സ്റ്റേറ്റിനും CGST സെൻറ്ററിന് 20 രൂപയും. അപ്പോൾ ഓൾറെഡി പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ 20 രൂപയിൽ വാല്യൂ എഡിഷൻ അല്ല, നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് കോസ്റ്റിനാണ് 20 രൂപ വന്നത്. അപ്പോൾ നേരത്തെ ടാക്സ് അടച്ച പൈസ ഇതിനകത്ത് 20ൽ ഇൻക്ലൂഡഡ് ആണ്, അത് ഓഫ്സെറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ ഫർണിച്ചർ മേക്കർ സെൻറ്ററിനോട് പറയും, ഞാൻ ഇതിന് മുന്നേ ഈ സാധനം വാങ്ങിച്ച ആൾ 10 രൂപ സെൻറ്ററിലേക്ക് തന്നിട്ടുണ്ട്, അത് ഓഫ്സെറ്റ് ചെയ്തിട്ടേ ഞാൻ ബാക്കി എനിക്ക് ഓഫ്സെറ്റ് ചെയ്ത് കിട്ടണം, അത് തിരിച്ചു തരണം. അപ്പോൾ 20 രൂപയ്ക്ക് 10 രൂപ തിരിച്ചു തരും. എഫക്റ്റീവ്ലി 10 രൂപ മാത്രം സെൻറ്ററിന് അടച്ചാൽ മതി. അതേപോലെ തന്നെ സ്റ്റേറ്റിനും നേരത്തെ ടിമ്പർ മേക്കർ സ്റ്റേറ്റിന് 10 രൂപ തന്നിട്ടുണ്ട്, അത് ഓഫ്സെറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ 20 രൂപയാണ് ഞാൻ അടയ്ക്കേണ്ടത്, പക്ഷേ എനിക്ക് 10 രൂപ കുറച്ചാണ് അടയ്ക്കാനുള്ളത്. അപ്പോൾ 10 രൂപ മാത്രം എഫക്റ്റീവ്ലി അടച്ചാൽ മതി. അപ്പോൾ അതും അടച്ചു. ഇനി അടുത്ത ആൾ വരിക, ഈ സെയിം പരിപാടി തന്നെ വീണ്ടും. എങ്ങനെയാണ് ഫർണിച്ചർ റീറ്റെയിലർ ഇൻവോയ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, 300 രൂപയ്ക്കാണ് സാധനം വിൽക്കുന്നത്. 300 രൂപയ്ക്ക് സാധനം വിൽക്കുമ്പോൾ 30 രൂപ വെച്ച് 10% നോക്കുമ്പോൾ ടാക്സ് വരും. പക്ഷേ ഇതുവരെ ടിമ്പർ മേക്കറും ഫർണിച്ചർ മേക്കറും 10 വെച്ച് സ്റ്റേറ്റിലേ അടച്ചിട്ടുണ്ട്, 10 വെച്ചിട്ട് സെൻറ്ററിലേക്കും അടച്ചിട്ടുണ്ട്. അപ്പം ഫർണിച്ചർ റീറ്റെയിലർ പറയും, എനിക്ക് 30 രൂപയാണ് അടയ്ക്കാനുള്ളത്, പക്ഷേ സ്റ്റേറ്റിന് ഓൾറെഡി ഞാൻ വാങ്ങിച്ച സാധനത്തിൽ 20 രൂപ കിട്ടിക്കഴിഞ്ഞു, അപ്പോൾ എനിക്കത് ഓഫ്സെറ്റ് ചെയ്ത് കിട്ടണം, 10 രൂപ കുറച്ച് 20 രൂപ കുറയ്ക്കണം. അപ്പോൾ 30 രൂപയിൽ നിന്ന് 20 രൂപ കുറച്ച് ഞാൻ 10 രൂപ അടച്ചാൽ മതി എഫക്റ്റീവ്ലി. ഓക്കെ, അങ്ങനെ അടയ്ക്കും. അതേസമയം സ്റ്റേറ്റിനും ഇതേ പ്രോസസ്സിലൂടെ 10 രൂപ അടച്ചാൽ മതി, ഫൈനൽ കൺസ്യൂമറിൻ്റെ അടുത്ത് എത്തുക. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും ഓഫ്സെറ്റ് ചെയ്ത് കിട്ടുന്നത് കൊണ്ട് വാല്യൂ ആഡഡ് സാധനങ്ങൾക്ക് ഉള്ള പ്രൈസ് മാത്രമേ അടയ്ക്കുന്നുള്ളൂ ഓരോ ആൾക്കാരും എന്നുള്ളത് ശ്രദ്ധിക്കാം.
അതായത് 100 രൂപയിൽ നിന്ന് 200 രൂപ ആയപ്പോൾ 100 രൂപ മാത്രമാണ് വാല്യൂ അഡിഷൻ. അതിൻ്റെ 10% മാത്രമാണ് എഫക്റ്റീവ്ലി 10 രൂപ മാത്രമേ അടയ്ക്കുന്നുള്ളൂ. ഇവിടെ ഈ ഫർണിച്ചർ റീറ്റെയിലർ ആണെങ്കിലും അതേപോലെ വാല്യൂ അഡിഷന് മാത്രമേ എഫക്റ്റീവ്ലി ഓഫ്സെറ്റ് ചെയ്ത് കിട്ടുമ്പോൾ അടയ്ക്കുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു സ്റ്റേറ്റിന്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. എന്താണ്, വേറെ സ്റ്റേറ്റ് ഒന്നുമില്ല, CGSTയും SGSTയും മാത്രം വരുന്ന ഒരു സിറ്റുവേഷൻ. നേരത്തെ കാണിച്ചു, സെയിൽ വിത്തിൻ ദ സ്റ്റേറ്റ് വരുമ്പോൾ CGSTയും SGSTയും ആണ് ഈടാക്കുന്നത്. അതെങ്ങനെയാണ് ഓരോ ആൾക്കാരിലൂടെ പോകുമ്പോൾ സ്റ്റേറ്റും സെൻറ്ററും വാങ്ങിക്കുന്നത് എന്നാണ് ഞാൻ എക്സാമ്പിളിലൂടെ പറഞ്ഞത്. രണ്ടാമത്തത് ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ്. ഇവിടെ ഒരു അല്പം കോംപ്ലിക്കേഷൻ തോന്നിയേക്കാം, പക്ഷേ വളരെ സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ 2 സ്റ്റേറ്റ് ഉണ്ട്, സ്റ്റേറ്റ് എക്സും സ്റ്റേറ്റ് വൈയും. സ്റ്റേറ്റ് എക്സിലാണ് ടിമ്പർ മേക്കറും ഫർണിച്ചർ മേക്കറും ഉള്ളത്. അതേസമയം ഫർണിച്ചർ റീറ്റെയിലറും ഫൈനൽ കൺസ്യൂമറും വേറൊരു സ്റ്റേറ്റായ സ്റ്റേറ്റ് വൈയിലാണുള്ളത്. അപ്പോൾ ഈ ഒരു കച്ചവടം എങ്ങനെയാണ് ഈ ഒരു GSTയുടെ സെറ്റപ്പിൽ നടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടിമ്പർ മേക്കർ ൻ്റെ ഇൻവോയ്സ് ശ്രദ്ധിക്കുക. ടിമ്പർ മേക്കർ വിൽക്കുന്നത് 100 രൂപയ്ക്കാണ്. അതിൻ്റെ 10% 10 രൂപ. അതിൻ്റെ CGST 10% 10 രൂപ. അപ്പോൾ ഈ ടിമ്പർ മേക്കറിന് അടയ്ക്കേണ്ടത് 10 രൂപയാണ്. ഓഫ്സെറ്റ് ചെയ്തൊന്നും കിട്ടാനില്ല, ഫസ്റ്റ് ആളാണ്. അപ്പോൾ സ്റ്റേറ്റിന് 10 രൂപ അടയ്ക്കുന്നു, സെൻറ്ററിന് 10 രൂപ അടയ്ക്കുന്നു. അടുത്തത് ഫർണിച്ചർ മേക്കറിൻ്റെ ഇൻവോയ്സ് ശ്രദ്ധിക്കുക. 200 രൂപയ്ക്കാണ് ഫർണിച്ചർ മേക്കർ ഫർണിച്ചർ റീറ്റെയിലറിന് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ IGST അത് വേറൊരു സ്റ്റേറ്റിലെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലെയാണ് കച്ചവടം നടത്തുന്നതെങ്കിൽ ആകെ ലെവി ചെയ്യുന്നത് IGST മാത്രമാണ്. അപ്പോൾ ഈ കേസിൽ IGST മാത്രമാണ് ഫർണിച്ചർ മേക്കർ അടയ്ക്കേണ്ടി വരിക. അപ്പോൾ ഈ IGST എത്രയാണെന്നുള്ളത് എൻ്റെ റേറ്റ് ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൻ്റെ കേസിൽ IGST 20% ആയിട്ടാണ് കാണിക്കുന്നത്. 20% ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റേറ്റ്. അപ്പോൾ IGST 20% അടയ്ക്കണം. എങ്ങനെയാണ് IGST? അപ്പോൾ എത്രയുടെ 20ആണ്? 200ൻ്റെ 20ആണ് വരുന്നത്. അതുകൊണ്ടാണ് 40 രൂപ IGST അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ 40 രൂപയും കൂടെ ചേർത്ത് 40 രൂപയാണ് ഫർണിച്ചർ മേക്കർ അടയ്ക്കുന്നത്. അത് ആരാണ് കളക്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, IGST സെൻറ്ററാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിലേക്ക് 40 രൂപ അടയ്ക്കും. അപ്പോൾ 40 രൂപ അടയ്ക്കുമ്പോൾ ഫർണിച്ചർ മേക്കർ എന്താണ് സെൻറ്ററിനോട് പറയുന്നത്? ഓക്കെ, ഇതിന് ഞാൻ അടയ്ക്കുന്ന മെറ്റീരിയലിന് 10 രൂപ നേരത്തെ സെൻറ്റർ ടിമ്പർ മേക്കറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചിരുന്നു. അതേസമയം 10 രൂപ സ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചിരുന്നു. അതെനിക്ക് ഓഫ്സെറ്റ് ചെയ്ത് കിട്ടണം എന്ന് പറയും. അപ്പോൾ ശരി, സെൻറ്റർ പറയും, ശരിയാണ്, നേരത്തെ ഞാൻ 10 രൂപ വാങ്ങിച്ചു, അത് ഞാൻ ഓഫ്സെറ്റ് ചെയ്ത് തരുന്നു. അതായത് CGSTയുടെ 10 രൂപ കുറച്ചു, 40ൽ നിന്ന് കുറച്ചു. ഇനി അടുത്തത്, സ്റ്റേറ്റിന് നിങ്ങൾ കൊടുത്തിരുന്നു, ഇതിന് മുന്നേ ടിമ്പർ മേക്കർ കൊടുത്തിരുന്നു എന്നുള്ളത് ശരിയാണ്, അത് ഞാൻ കുറച്ച് തരാം, 10 രൂപ കുറച്ചു. അങ്ങനെ 20 രൂപയാണ് എഫക്റ്റീവ്ലി നിങ്ങൾ എനിക്ക് അടച്ചാൽ മതി എന്ന് പറയുന്നു. IGST ആയിട്ട് 20 രൂപ അടയ്ക്കുന്നു. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. സെൻറ്റർ നോക്കുമ്പോൾ ഈ കുറച്ച് കൊടുത്ത സ്റ്റേറ്റിൻ്റെ SGST കോമ്പണൻറ്റ് കളക്ട് ചെയ്തത് സ്റ്റേറ്റാണ്. അത് സ്റ്റേറ്റ് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ ഈ ഫർണിച്ചർ മേക്കറിന് കുറച്ച് കൊടുത്തത്. അപ്പോൾ സെൻറ്റർ പറയുന്നു സ്റ്റേറ്റിൻ്റെ അടുത്ത്, ഇതാ ഞാൻ 10 രൂപ കുറച്ച് കൊടുത്തിരിക്കുന്നു, എനിക്ക് 10 രൂപ സ്റ്റേറ്റ് കളക്ട് ചെയ്ത 10 രൂപ ഇങ്ങ് തരണം എന്ന് പറയും. അപ്പോൾ സ്റ്റേറ്റ് കളക്ട് ചെയ്ത 10 രൂപ സെൻറ്ററിൻ്റെ കയ്യിലേക്ക് വരുന്നു. ഇവിടെയാണ് മാനുഫാക്ചറിങ് സ്റ്റേറ്റിന് എഫക്റ്റീവ്ലി ഒരു ടാക്സും കിട്ടില്ല ഈ GSTയുടെ അടിയിൽ എന്ന് പറഞ്ഞത്. ആകെ ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ടിമ്പർ മേക്കർ മാത്രം ആകെ സ്റ്റേറ്റിന് കൊടുത്തത് ടിമ്പർ മേക്കർ മാത്രമാണ്. ആ പൈസ സെൻറ്റർ കളക്ട് ചെയ്ത് വയ്ക്കുകയാണ് IGST ആയിട്ട്, ഓഫ്സെറ്റ് ചെയ്ത് കൊടുത്തതിന് പകരമായിട്ട്. അപ്പോൾ ഇനി അതെങ്ങോട്ട് പോകുന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫർണിച്ചർ റീറ്റെയിലറാണ്. അപ്പോൾ ഈ ഫർണിച്ചർ മേക്കർ 200 രൂപയുടെ സാധനം വിൽക്കുന്നു, ഫർണിച്ചർ റീറ്റെയിലർ അത് വാങ്ങിക്കുന്നു, എന്നിട്ടത് 300 രൂപയായിട്ട് വിൽക്കുന്നു. ആർക്ക്? ഫൈനൽ കൺസ്യൂമറിന് വിൽക്കുമ്പോൾ 10% ഒരു സ്റ്റേറ്റിനകത്ത് നടക്കുന്ന കച്ചവടമാണ്. അപ്പോൾ ഏതൊക്കെ കോമ്പണൻ്റ് വരും? SGST വരും, CGST വരും. അതിന് 10% നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം 300ൻ്റെ 10% എന്ന് പറയുന്നത് 30 60 രൂപ ടാക്സ് ആയിട്ട് വരും. പക്ഷേ പഴയതുപോലെ സ്റ്റേറ്റിനോട് ഓക്കെ. ഇനി ഇവിടെ എങ്ങനെയാണ് ഓഫ്സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് മുന്നേ ഒരു IGST ആണ് ഉണ്ടായിരുന്നത്.
അത് വെച്ചിട്ടാണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് നേരത്തെ വാങ്ങിച്ചത് അതിന് മുന്നത്തെ സ്റ്റേജിലുള്ളതെല്ലാം സെൻറ്റർ വാങ്ങിച്ചു വെച്ചു. അതുകൊണ്ട് സെൻറ്റർ IGSTയുടെ ഇതിൽ നിന്ന് മാത്രമേ ഇനി ഓഫ്സെറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് ഓഫ്സെറ്റ് ചെയ്യാനൊരു ഓർഡറുണ്ട്. ആദ്യം CGST കംപ്ലീറ്റ് ആയിട്ട് ഓഫ്സെറ്റ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CGST എന്ന് പറയുന്നത് സെൻറ്ററിന് കൊടുക്കേണ്ട ടാക്സാണ്. അപ്പം IGST എത്രയോ രൂപ സെൻറ്ററിൻ്റെ കയ്യിൽ ഓഫ്സെറ്റ് ചെയ്യാൻ ഇരിപ്പുണ്ട്. അത് മുഴുവനായി അങ്ങ് ഓഫ്സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് പോട്ടെ, അല്ല കുറച്ച് മാത്രമേ ഓഫ്സെറ്റ് ചെയ്യുള്ളൂ. എന്നിട്ട് സ്റ്റേറ്റ് SGSTയുടെ ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് ബാക്കി വരുന്ന എമൗണ്ട് ഉപയോഗിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം ഇതെന്നുള്ളത് ഞാൻ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, എനിവേ 30 രൂപയാണ് ടാക്സ് കൊടുക്കാനുള്ളത്. അത് CGST ഫർണിച്ചർ റീറ്റെയിലർ പറയും ഈ വാങ്ങിച്ച സാധനത്തിന് മുന്നേ തന്നെ IGST അടച്ചതാണ്. അപ്പോൾ IGST അടച്ച സാധനം IGST എത്ര രൂപയാണ്? 40 രൂപ അടച്ചതാണ്. അപ്പോൾ സെൻട്രൽ GSTയിൽ നിന്ന് എനിക്ക് ഈ 40 രൂപ അടച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ 30 രൂപയും കുറച്ച് തരണം എന്ന് പറയുകയാണ്. അപ്പോൾ ശരി, 40 രൂപയാണ് ഓൾറെഡി ഈ ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ടാക്സ്. അപ്പോൾ 30 രൂപ മാത്രമേ അടയ്ക്കാനുള്ളൂ, അത് ഓഫ്സെറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ഓഫ്സെറ്റ് ചെയ്ത് കൊടുക്കും. ഇനി സ്റ്റേറ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പറയാണ്, ഈ ഞാൻ വാങ്ങിച്ച സാധനത്തിന് ഓൾറെഡി 40 രൂപ അടച്ചതാണ്, എനിക്ക് സെൻട്രൽ ടാക്സിൻ്റെ ഇതിൽ 30 രൂപ കുറച്ച് തന്നു, ഇനി ബാക്കി 10 രൂപയും കൂടെ ഉണ്ട്, അത് കുറച്ച് തന്നിട്ടുള്ള ബാക്കി പൈസ എത്രയാണ് അത് മാത്രം അടച്ചാൽ മതി, എനിക്ക് അടച്ചാൽ മതിയല്ലോ എന്ന് പറയും. അപ്പോൾ ശരിയാണ്, 30 രൂപയുണ്ട് അടയ്ക്കാനുണ്ട് സ്റ്റേറ്റിന്. പക്ഷേ ബാക്കി IGSTയിൽ ഓഫ്സെറ്റ് ചെയ്യാൻ 10 രൂപ ഓൾറെഡി അടച്ചതാണത്. അപ്പോൾ അതും കുറച്ച് കഴിഞ്ഞ് 20 രൂപ ക്യാഷായിട്ട് 20 രൂപ മാത്രമേ സ്റ്റേറ്റിന് അടച്ചാൽ മതി. അപ്പോൾ ഇവിടെ ആദ്യം CGST കംപ്ലീറ്റ് ആയിട്ട് ഓഫ്സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം SGST ആണ് ഓഫ്സെറ്റ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ, SGST ആണ് ഓഫ്സെറ്റ് ചെയ്തതെങ്കിൽ സ്റ്റേറ്റിന് 30 രൂപയും എന്താണ് ഓഫ്സെറ്റ് ചെയ്യും. പിന്നെ സെൻറ്ററിലേക്ക് വരുമ്പം സെൻറ്ററിൽ എന്താണ് ഈ നേരെ തിരിഞ്ഞൊരു പ്രോസസ്സാണല്ലോ വരിക. അതായത് സെൻറ്ററിൽ ബാക്കി 10 രൂപയുള്ളൂ, അപ്പോൾ സെൻറ്ററിൽ 20 രൂപ അടയ്ക്കാനുണ്ട്, സെൻറ്ററിലേക്ക് 20 രൂപ പോകും. അപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്റ്റേറ്റിന് ഓഫ്സെറ്റ് ചെയ്തത്, സ്റ്റേറ്റ് ആണല്ലോ ഓഫ്സെറ്റ് ചെയ്യുന്നത്, സ്റ്റേറ്റ് 30 രൂപ കൊടുത്തു, ഇനി അത് സെൻറ്ററിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. ഇനി സെൻറ്ററിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം ഈ ക്യാഷായിട്ട് അടച്ചത് സെൻറ്ററിന് ആണ് കൊടുത്തത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഒരു കൂടുതൽ എന്താണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ആദ്യം SGST ഉപയോഗിച്ചതിന് ശേഷം സെൻറ്റർ. അപ്പോൾ ഈ സെൻറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്ന ആ ഒരു പരിപാടി കുറഞ്ഞിട്ടും, അതായത് സെൻറ്ററിന് മാക്സിമം ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ IGST വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് സെൻറ്ററാണല്ലോ, അവിടെ വെച്ച് തന്നെ അങ്ങ് ഓഫ്സെറ്റ് ചെയ്തു പോവും. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ക്യാഷായിട്ട് അടയ്ക്കുന്നത് പിന്നെ ഇങ്ങോട്ട് സെൻറ്ററിലേക്ക് വരേണ്ട ആവശ്യമില്ല, സ്റ്റേറ്റ് തന്നെ ഡീൽ ചെയ്യുന്നത്, ഫർണിച്ചർ മേക്കർ കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ആണല്ലോ. അല്ലെങ്കിൽ പിന്നെ ക്യാഷായിട്ട് സ്റ്റേറ്റ് വാങ്ങിക്കുന്നത് പിന്നെ സെൻറ്ററിൻ്റെ കോമ്പണൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകും. അങ്ങനെ അത് ഒഴിവാക്കാനായിട്ടാണ്. അപ്പോൾ 10 രൂപ പിന്നെ 20 രൂപ ക്യാഷായിട്ട് സ്റ്റേറ്റിന് അടയ്ക്കും. അപ്പോൾ പിന്നെ ഫൈനൽ കൺസ്യൂമറിനാവും. അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ ഫൈനലായിട്ട്, ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി കാണും. അപ്പോൾ ഫൈനലായിട്ട് വാട്ട് എഫക്റ്റീവ്ലി ഹാപ്പൻഡ് ഹിയർ, അപ്പോൾ സ്റ്റേറ്റ് എക്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്, അതായത് മാനുഫാക്ചറിങ് സ്റ്റേറ്റ്, ആ മാനുഫാക്ചറിങ് സ്റ്റേറ്റിന് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റിന് ഒന്നും കിട്ടിയില്ല. കിട്ടിയ 10 രൂപ IGST ഓഫ്സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ്, IGSTയിൽ ഓഫ്സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇവിടെ എന്താണ് സ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്ന് സെൻറ്റർ വാങ്ങിക്കും. ഇനി രണ്ടാമത്തെ ഇതാണ്, സെൻറ്റർ ആണെങ്കിൽ 40 രൂപ IGST ആയിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? 20 രൂപ ഈ ഫർണിച്ചർ മേക്കറിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ടാണ് വാങ്ങിക്കുന്നത്. ബാക്കി 10 രൂപ സെൻറ്ററിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് നേരത്തെ അടച്ച 10 രൂപ SGST ആയിട്ട് അടച്ച പൈസ വാങ്ങിക്കും, ഈ 10 രൂപ വാങ്ങിക്കും. പിന്നെ സെൻറ്ററിന് നേരത്തെ 10 രൂപ കിട്ടി. അപ്പോൾ അങ്ങനെ മൊത്തം 20 രൂപ ആസ് ക്യാഷ് ഫ്രം B, 10 rupees ഫ്രം SGST ആൻഡ് 10 rupees ഫ്രം CGST പെയ്ഡ് ബൈ A. അങ്ങനെ IGST 40 രൂപ കിട്ടി. അതേസമയം സ്റ്റേറ്റ് വൈനാണെങ്കിലോ, സ്റ്റേറ്റ് വൈനെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈക്ക് എന്താണ് ആക്ച്വലി 30 രൂപയാണ് കിട്ടേണ്ടിയിരുന്നത്. അതിൽ 20 രൂപ ക്യാഷായിട്ട് അടച്ചു, 10 രൂപ IGST സെൻറ്റർ കളക്ട് ചെയ്തതിൽ നിന്ന് സ്റ്റേറ്റിന് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റിന് സെയിൽസ് നടന്ന സ്റ്റേറ്റായ സ്റ്റേറ്റിന് കിട്ടേണ്ട SGST മുഴുവനായിട്ട് കിട്ടുന്നുണ്ട്. 10 രൂപ ക്യാഷ്, ഇവിടെ 20 രൂപയാണ്, ഇവിടെ എഴുതിയതിൽ തെറ്റിപ്പോയി. 20 രൂപ ക്യാഷായിട്ടും എന്താണ് 10 രൂപ IGST ആയിട്ടും സ്റ്റേറ്റ് വൈക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 30 രൂപ
ടാക്സ് ആയിട്ട് സ്റ്റേറ്റ് വൈന് കിട്ടി. അതേസമയം സെൻറ്ററിനാണെങ്കിലോ എന്താണ് CGST, ഇപ്പം സെൻറ്ററിന് ആകെ ഉണ്ടായിരുന്ന IGST ആണ് 40 രൂപ കളക്ട് ചെയ്ത് വെച്ചിരുന്നത്. അതിൽ എന്താണ് 10 രൂപ IGST ആയിട്ട് കൊടുത്തു. ഇനി സെൻറ്ററിന് കിട്ടേണ്ട CGSTക്ക് 30 രൂപയും ഓഫ്സെറ്റ് ചെയ്തു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ 30 രൂപയും കുറച്ചു. ആ കുറയ്ക്കുന്നത് IGSTന്ന് സെൻറ്റർ എടുക്കുന്നു. അപ്പോൾ സെൻറ്ററിന് ഈ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ 30 രൂപ CGST ആയിട്ട് കിട്ടിയതുപോലെയാണ് എഫക്റ്റീവ്ലി. അപ്പം എഫക്റ്റീവ്ലി ഫൈനലായിട്ട് നോക്കുമ്പോൾ സ്റ്റേറ്റ് വൈക്ക് കിട്ടേണ്ട SGST കിട്ടുന്നു, സെൻറ്ററിന് കിട്ടേണ്ട CGST കിട്ടുന്നു, എക്സിനൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇപ്പം നേരത്തെ സിനാരിയോയിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റേറ്റ് എക്സും സ്റ്റേറ്റ് വൈയും ഉണ്ടെന്നിരിക്കട്ടെ. ആ സ്റ്റേറ്റ് എക്സിൽ നിന്ന് സ്റ്റേറ്റ് വൈയിലേക്ക് സാധനം വിറ്റ് കഴിയുമ്പോൾ സ്റ്റേറ്റ് വൈക്ക് ഓഫ്സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അത് സ്റ്റേറ്റ് എക്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ വൈയും എക്സും രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ട്രാൻസ്ഫർ പൈസ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഫോർമാലിറ്റീസും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് ഒഴിവാക്കി. ഇവിടെ ഈ ഒരു കേസിൽ അങ്ങനത്തെ ഇതില്ല. IGST എന്ന് പറയുന്ന ഒരു കോമൺ സെൻറ്റർ ഓഫ്സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഈ പരിപാടി വന്നപ്പോൾ ഒരു സ്റ്റേറ്റിന് കിട്ടേണ്ട പൈസ സ്റ്റേറ്റ് സെൻറ്റർ കളക്ട് ചെയ്ത് സെൻറ്ററിൽ നിന്ന് പോകുന്ന ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു മെക്കാനിസം. അപ്പോൾ ഈ GST ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു പ്രോപ്പറായിട്ടൊരു നെറ്റ്വർക്കും അതിന് വേണ്ട ഒരു സെറ്റപ്പും വേണം. അത് ഇപ്പോൾ ഓൾറെഡി എന്താണ് GST നെറ്റ്വർക്ക് എന്ന് പറയുന്നൊരു കാര്യം അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലാണ്. അത് ആയിട്ടില്ല, പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എല്ലാവരും കറക്റ്റായിട്ട് ഈ IGST കോമ്പണൻറ്റും CGST കോമ്പണൻറ്റും അടയ്ക്കുന്ന ഒരു സിനാരിയോ അതെല്ലാം ഉണ്ടായി വരേണ്ടതാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ പിന്നീട് വരും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ടാക്സ് റേറ്റ് ഒന്നും കൃത്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്ന്. അത് നിശ്ചയിക്കുന്നത് ഏതൊക്കെ ഗുഡ്സിനെയാണ് ഈ GSTയിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് GST കൗൺസിലാണ്. GST കൗൺസിൽ GST കൗൺസിലിൽ എല്ലാ സ്റ്റേറ്റിൻ്റെയും റെപ്രസെൻറ്റേഷനും സെൻറ്ററിൻ്റെ റെപ്രസെൻറ്റേഷനും ഒക്കെ ഉണ്ടാവും. അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ടാണ് ഈ GST കൗൺസിൽ എത്ര സ്റ്റേറ്റ് ഏതൊക്കെ റവന്യൂ ഏതൊക്കെ ഇതാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഏതൊക്കെ റേറ്റാണ് വയ്ക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് ഇപ്പം GST ആയിട്ട് ഇപ്പം ഞാൻ സൂചിപ്പിച്ചല്ലോ സ്റ്റേറ്റ് എക്സിനൊന്നും കിട്ടിയില്ല എന്ന്. അതുകൊണ്ടാണ് അത് കൺസംഷൻ ബേസ്ഡ് ആവുന്നത്. സ്റ്റേറ്റ് വൈ ആണ് കൺസ്യൂമർ. അപ്പോൾ സ്റ്റേറ്റ് വൈക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. സ്റ്റേറ്റ് എക്സിന് നേരത്തെ ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് എക്സിനായിരുന്നു കിട്ടിയിരുന്നത്. ആ ഒരു റവന്യൂ ലോസ് ഉണ്ടാവും. അതുകൊണ്ടാണ് GSTയുമായിട്ട് ബന്ധപ്പെട്ട് മാനുഫാക്ചറിങ് സ്റ്റേറ്റ്സ് എല്ലാം വളരെ ഒരു തർക്കം പറയുന്നത്. അവർക്ക് ഒരുപാട് റവന്യൂ ലോസ് ഉണ്ടാവും. നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് റവന്യൂ നഷ്ടപ്പെടും. അപ്പോൾ GSTയുടെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് നേരത്തെ സർവീസ് ടാക്സിന് കിട്ടാതിരുന്ന ഒരു പങ്ക് ഇപ്പം SGST ആയിട്ട് ഇപ്പം പ്രൊഡക്റ്റും സർവീസൊന്നും ഇല്ലല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സർവീസ് ടാക്സ് ലെവി ചെയ്തുകൊണ്ടിരുന്ന സെൻറ്ററാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നതിൽ നിന്ന് ഇപ്പോൾ GSTയുടെ ഒരു ഇത് വരുമ്പോൾ സർവീസ് ടാക്സിൽ നിന്ന് ഒരു SGST കോമ്പണൻറ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ അത് കുറേയൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന റവന്യൂ ലോസ് പരിഹരിക്കാൻ കഴിയും. അതുമാത്രമല്ല GST മാനുഫാക്ചറിങ് സെക്ടറിനെ എല്ലാം ബൂസ്റ്റ് ചെയ്യുന്നത് വഴി കൂടുതൽ GDP ഉണ്ടാകുന്നത് വഴി നിങ്ങൾക്ക് കുറേ റവന്യൂ അധികം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നിങ്ങളുടെ റവന്യൂ ലോസ് പരിഹരിക്കപ്പെടുമെന്നാണ് സെൻറ്ററിൻ്റെ അവകാശം. എന്നാൽ പോലും അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ 5 വർഷത്തിനുള്ളിൽ ഉണ്ടാകുന്ന റവന്യൂ ലോസ് എല്ലാം സെൻറ്റർ തന്നോണം എന്നുള്ളതാണ് സ്റ്റേറ്റുകളുടെ ആവശ്യം. അപ്പോൾ ഇവിടെ മാനുഫാക്ചറിങ് സ്റ്റേറ്റുകളെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ കേരള, വെസ്റ്റ് ബംഗാൾ അങ്ങനെ കുറച്ച് അധികം സ്റ്റേറ്റുകൾ ഇതിനോട് ഇങ്ങനത്തെ ചില എതിർപ്പുകൾ വയ്ക്കുകയും അത് പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുകയും അതിലൊക്കെ ഒരു കോൺസെൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് റീസെൻ്റ്ലി. അപ്പോൾ ഈ ജൂലൈ 1 അല്ലെങ്കിൽ നവംബർ 1 ഒരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത് നവംബറിന് ശേഷം ഇത് റോൾ ഔട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല് ഒന്നും കൂടെ പാസ്സാക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതിന് മുന്നേ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഒരു കോൺസെൻസ് റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ജൂലൈ ആണ് ഇപ്പോഴൊരു ഡെഡ് ലൈൻ ആയിട്ട് വെച്ചിരിക്കുന്നത്. അതിന് മുന്നേ തന്നെ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതിലൊരു ഏതൊക്കെ റേറ്റ് എത്രയൊക്കെ രീതിയിൽ എന്നൊക്കെ ഉള്ളൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയാണ് എനിക്കിപ്പോൾ GSTനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് കാണിക്കാം. GST എന്താണ് വാറ്റുമായിട്ടുള്ള ഇതിൻ്റെ ബന്ധം,
വാറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കാസ്കേഡിങ് ഓഫ് ടാക്സ് ഒഴിവാക്കുന്നത് എങ്ങനെയാണ്, ആൻസിലറൈസേഷൻ ഒഴിവാക്കുന്നത് എങ്ങനെയാണ്, വാറ്റിന് എന്തൊക്കെ തരം പ്രശ്നങ്ങളാണ് പരിഹരിക്കാൻ കഴിയാതിരുന്നത്, വാറ്റ് കൊണ്ടുവന്നപ്പോൾ വാറ്റും സ്റ്റേറ്റ് സെയിൽസ് ടാക്സുമായിട്ട് മാത്രമായിട്ടാണ് നിന്നിരുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചു. പിന്നെ വാറ്റിന് പരിഹരിക്കാൻ പറ്റാതിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, GST കൊണ്ടുവരാനുള്ള സാഹചര്യം എന്തായിരുന്നു, GSTയുടെ അടിയിൽ ഏതൊക്കെ ടാക്സുകളാണ് ഉൾപ്പെടാൻ പോകുന്നത്, എന്താണ് GSTയുടെ ഇമ്പാക്റ്റ് എന്താണ്, ഇന്ത്യയിൽ എങ്ങനെയാണ് GST പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്, SGST, CGST, IGST എന്ന് പറയുന്ന 3 കോമ്പണൻ്റ് എപ്പോഴൊക്കെയാണ്, ആരൊക്കെയാണ് ഇത് വാങ്ങിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. സ്റ്റേറ്റിനകത്ത് നടക്കുന്ന ഒരു കച്ചവടം എങ്ങനെയാണ് GSTയുടെ അടിയിൽ വരുമ്പോൾ ഉണ്ടാകുക എന്നുള്ളത് ഞാൻ വിവരിച്ചു. പിന്നെ ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ് വരുമ്പോഴും എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ കാണിച്ചു. എന്തുകൊണ്ടാണ് GST ഒരു കൺസംപ്ഷൻ ബേസ്ഡ് ടാക്സ് ആവുന്നതെന്ന് പറഞ്ഞു. മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ ഒരു പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതെന്ന് ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെ ഇതാണ് GSTനെ കുറിച്ച് പൊതുവെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. താങ്ക് യു.